നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗപിതാവേ, യേശുവേ, അവിടുത്തെ വലിയ കാരുണ്യത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ ഭവനത്തിൽ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് കൂടി വരുവാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യമാണ് കർത്താവേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്, ഞങ്ങളുടെ യോഗത്തെ കർത്താവെ അത് സൗരഭ്യവാസനയുള്ളതാക്കി തീർക്കുന്നത്. അതേ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്തെ ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു. അതിനെ കർത്താവെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു. അതേ കർത്താവെ, ആദ്യനും അന്തിനുമായിട്ടുള്ള കർത്താവ് സർവ്വത്തെ സൃഷ്ടിച്ചവനായ ദൈവം, ആ സർവശക്തനായ ദൈവം കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വരുമെന്ന് തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങൾ ആരുള്ളൂ. നന്ദി യേശുവേ, നന്ദി. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. ഒരു നല്ല മനസ്സാക്ഷിയോടെ ഇരുപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുന്ന മലീമസപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ഇപ്പോൾ തന്നെ ഞങ്ങളതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ കർത്താവെ ഞങ്ങൾ നിറയ്ക്കണം. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു കർത്താവെ. ഒരു പൂജ്യമായിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി സ്നേഹത്താൽ നിറയ്ക്കണം കർത്താവെ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് പകരണം. പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദികൾ കർത്താവെ ഞങ്ങളിലേക്ക് പകർന്നൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, കർത്താവെ അവിടുത്തെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ആത്മാവും ജീവനും കർത്താവെ അത് ഞങ്ങളിലൊന്ന് നിറഞ്ഞ് അത് ഞങ്ങളുടെ ആത്മാവിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാക്കി യേശു ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മാവിൽ അധികമായിട്ട് ഞങ്ങളുടെ ആത്മമനുഷ്യൻ യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെട്ട് വരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങളെ വാർത്തെടുക്കണം. ക്രിസ്തുവിൻ്റെ കയ്യിലെ കളിമണ്ണ് കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ വാർത്തെടുക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ആത്മമനുഷ്യനെ, ആത്മാവിനെ കർത്താവെ അവിടുത്തെ സ്വരൂപത്തിലേക്ക് വാർത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് തടസ്സമായിട്ടിരിക്കുന്ന ആ ജഡത്തെ കർത്താവെ അധികമായിട്ട് നുറുക്കി കർത്താവെ ഞങ്ങളുടെ ആ സ്വയബലത്തെ കർത്താവെ അവിടുന്ന് തകർത്ത് കർത്താവെ ആത്മാവിൽ ഞങ്ങളെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശരീരമായിട്ട്, ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളായിട്ട് ഞങ്ങളെ പണിഞ്ഞാട്ടെ. അവിടുന്ന് ഞങ്ങളോട് പ്രസാദമുള്ള കാര്യങ്ങളെ തിരുവുള്ളതുണ്ടായിട്ട് സംസാരിക്കുവാൻ കർത്താവെ അവിടുന്ന് കർത്താവെ മനസ്സിലിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമീൻ, ആമീൻ, ആമീൻ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ നല്ലൊരു കോട്ടേജ് മീറ്റിംഗ് ആയത്, എല്ലാവരും കൂടെ ഒക്കെ വന്നു ചേർന്നപ്പോൾ. ഓക്കെ. സോ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം നമുക്കറിയാം. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ ശിഷ്യന്മാരുമായിട്ട് അന്ത്യത്താഴം കഴിച്ച് ശിഷ്യന്മാരുടെ തന്നെ അരുമ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകി, യൂദാസിൻ്റെ ഇവരെയും കാല് കഴുകി അവർക്കെല്ലാം അപ്പം മുറിച്ച് കൊടുത്ത് യൂദാസ് കർത്താവിന് ഊറ്റി കൊടുക്കാൻ വേണ്ടി പോയതായിട്ടൊക്കെ യോഹന്നാൻ 13-30 നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് 31 മുതൽ കർത്താവ് പറയുന്ന ദീർഘ സംഭാഷണം ആ മാളിക മുറി വെച്ച് ഒരുപക്ഷെ ആ 14-30 വരെയുള്ള 31 വരെയുള്ള വാക്യങ്ങൾ 14 അധ്യായം വരെ ആ മാളിക മുറിയിൽ കർത്താവ് സംസാരിച്ച് കാണാം. അതിനുശേഷം അവർ ഒലിവുമലയിലേക്ക് പോകുന്നതായിട്ട് ഒരു സ്തോത്രഗീതം പാടിയതിന് ശേഷം, നന്ദിയുടെ ഒരു ഗീതം പാടിയതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമ്മൾ മത്തായി 26-30 ഇതിൻ്റെ കറസ്പോണ്ടിങ് പോർഷൻ കണ്ടു. ആ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലോ ചെന്നെത്തിയിട്ടോ കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് കേൾക്കുകയായിരുന്നു. കർത്താവാണ് സാക്ഷാൽ മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകളാണ്. ആ ഒരു മുന്തിരിവള്ളിയും കൊമ്പുകളെന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ യേശുവിനെ കുറച്ചുകൂടെ ഫ്രഷായിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ കാര്യങ്ങൾ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവ് ഒരു കൊമ്പിനെ പോലെ പിതാവിൽ അതുപോലെ നിസ്സഹായമായിട്ട് ആശ്രയിച്ച് ജീവിച്ചു. അങ്ങനെ കർത്താവ് സാക്ഷാൽ ഒരു മുന്തിരിവള്ളിയായി തീർന്നു. ഇന്ന് ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ കർത്താവ് പിതാവിനെ എങ്ങനെ എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടായിരുന്നു. യോഹന്നാൻ 5-19-20 വാക്യങ്ങളിൽ ഒരു കൊമ്പ്, ഒരു തായ്തടിയിൽ വസിക്കുന്ന ഒരു കൊമ്പിൻ്റെ ശബ്ദമാണ് നമ്മളവിടെ യോഹന്നാൻ 5-19-20 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല, നമ്മൾ പപ്പ ഇത് കാണിച്ചു തരുന്നത് മാത്രമേ അറിയത്തുള്ളൂ, ഡാഡി ഇത് അതുപോലെ തന്നെ ഞാനങ്ങ് ചെയ്യും, ഇതിനെക്കാട്ടി വലിയ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തരും, അതുപോലെ ചെയ്യും. അതുപോലെ ഒരു നിസ്സഹായമായിട്ടൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലൊരു ശിശുവിനെ പോലെ, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ സമ്പൂർണ്ണമായിട്ട് തന്നെ താഴ്ത്തി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, പിതാവിൻ്റെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു യേശുവിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങളെയും ഞാൻ ആക്കി വെക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. ഞാനാണ് മുന്തിരിവള്ളി, അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. ഞാനാണ് മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ താഴ്മയാണെന്ന് പറയുമ്പോൾ എന്താ ഈ താഴ്മ എന്ന് പറഞ്ഞാൽ? ഇതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സീറോ ആയിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട്
കൊമ്പ് മുന്തിരിവള്ളിയിൽ ആശ്രയിക്കുന്നത് പോലെ ആശ്രയിച്ച് വിശ്വസിക്കുന്നത് പോലെ അതുപോലെ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യ ജീവിതത്തിൻ്റെ രഹസ്യം താഴ്മയാണ്, 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 ഹ്യൂമിലിറ്റിയാണ്. നമ്മൾ സാങ്ക്വറിൽ എപ്പോഴും കേൾക്കുമ്പോൾ എന്താ ഈ താഴ്മ എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിൻ്റെ അവസ്ഥയാണ്. ആ കൊമ്പിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ 5-ാമത്തെ വാക്യം യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്നാണ് പറഞ്ഞു. അപ്പം അതുപോലെ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പല ചെത്തി വെടിപ്പാക്കുന്ന അനുഭവങ്ങൾ അനുവദിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഫലം കായ്ക്കുന്ന കൊമ്പൊക്കെ ഞാൻ ചെത്തി വെടിപ്പാക്കുന്ന കത്തി തൻ്റെ വചനമാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞ വചനം കൊണ്ട് നിങ്ങളിപ്പോൾ ചെത്തി വെടിപ്പാക്കി ശുദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ കർത്താവ് പല പല സാഹചര്യങ്ങൾ, ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും, ചില രോഗാവസ്ഥകളായിരിക്കും, ചില വ്യക്തികളിലൂടെ നമുക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളായിരിക്കും, ചില സാഹചര്യങ്ങൾ, അഡ്മിഷൻ കിട്ടാനുള്ള താമസം, ട്യൂഷൻ ടീച്ചറിനെ കണ്ടെത്താനുള്ള താമസം, അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളോ ചില കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെയൊക്കെ കർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഈശാനമൂലനാകുന്ന കൊടുങ്കാറ്റ് വിശ്വാസ കപ്പലിൽ അടിക്കുമ്പോൾ അവിടെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ ആ പാട്ടിൽ പാടിയതുപോലെ ലോകത്തിലേക്ക് ആശ്രയം യേശു മാത്രം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ ആ വാക്ക് നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തില കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി അവർ കപ്പലിൽ പോവുക. പൗലോസും സഹയാത്രികരും ഒക്കെ കപ്പലിൽ പോവുക. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 27:14 കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. യുറാക്യുലോ എന്ന് പറയുന്ന വയലന്റ് വിൻഡ്, ഭയങ്കര കൊടുങ്കാറ്റ് അടിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് പൗലോസിനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുക 22-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അത് കഴിഞ്ഞിട്ട് പറയുക, പൗലോസ് തന്നെ സാക്ഷ്യം പറയുക 23-ാമത്തെ വാക്യം, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ 23-ാമത്തെ വാക്യം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡു നോട്ട് ബി അഫ്രെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏത് ദൈവത്തെ സേവിച്ചു പോരുന്നുവോ ആ ദൈവത്തിന്റെ ഒരു ദൂതൻ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം, God to whom I belong and whom, അതാണ് നമ്മളവിടെ വായിക്കുന്നത്. എൻ്റെ ആ 23-ാമത്തെ വാക്യത്തിൽ, an angel of God to whom I belong and whom I serve stood before me. 27-ന്റെ 23-ാമത്തെ വാക്യം. എൻ്റെ ഉടയവനും എന്നെ ആരാ, എൻ്റെ ഉടമസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവാ. എന്നെ ഉടമസ്ഥാവകാശം, ഞാൻ ബിലോങ് ചെയ്യുന്നത് ആർക്കാണോ ആ കർത്താവ്, ഞാൻ സേവിച്ചു വരുന്നവനായിട്ടുള്ള ആ ദൈവം, ആ ദൈവത്തിന്റെ ദൂതനാണ് രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുക, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പാകെ, സീസറുടെ മുമ്പാകെ നീ നിൽക്കേണ്ടതാകുന്നു. നീ മാത്രമല്ല, കപ്പലില് ഇതുപോലെ അങ്ങ് കപ്പൽ ഛേദം വന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും ആയി പോവുമോ, എല്ലാവരും അങ്ങ് ഈ കടലിൽ വട്ടുപോകുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്ന ആ സമയത്ത് പൗലോസ് ദൈവത്തിൽ നിന്ന് ധൈര്യം പ്രാപിച്ചത് മാത്രമല്ല, നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഒക്കെയും 24-ാമത്തെ വാക്യത്തിൽ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. God has granted you all those who are sailing with you. Therefore keep up courage എന്ന് പറഞ്ഞ് പൗലോസ് പിന്നെ ആ വിശ്വാസികളല്ല, സഹയാത്രികർ, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് ഗോഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ഈശാനമൂലൻ, യുറാക്കലോ മാതിരിയുള്ള പല കൊടുങ്കാറ്റുകളൊക്കെ അടിക്കുമ്പോൾ അവിടെ നമ്മുടെ ദൈവത്തിൽ നിന്നൊരു ആശ്വാസം പ്രാപിക്കുന്നു. ആ ആശ്വാസം, ആ കഷ്ടത്തിന് സമയത്ത് ഏതൊരു ആശ്വാസം കൊണ്ടാണോ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, ആ ആശ്വാസം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതെന്നാണ് ഈ പൗലോസ് എവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങളിൽ എല്ലാവർക്കും ആ വാക്യമൊക്കെ പരിചയമുണ്ടോ? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമുക്ക് പലർക്കും അറിയാവുന്ന വാക്യങ്ങളെങ്കിലും പുതുതായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അതൊക്കെ വളരെ ഒരു ഹൃദ്യമായിട്ടുള്ള വാക്യങ്ങളാണ്. ദൈവം നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം ആശ്വസിപ്പിക്കുക. ആ ആശ്വാസം നമുക്ക് സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. പൗലോസിനെ ദൈവം ആശ്വസിപ്പിച്ച് പൗലോസ് പിന്നെ എല്ലാവരും കൂടെ ധൈര്യപ്പെടുന്നതാകണം. അതായത് പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുക 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യത്തിൽ ദൈവത്തിന്റെ പേര് തന്നെ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി എന്താ പറയുന്നത്, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്സ്, എല്ലാ ആശ്വാസങ്ങളുടെയും, എല്ലാ തരത്തിലുള്ള ആശ്വാസങ്ങളുടെയും പിതാവ്. ആ കംഫർട്ട് എന്നുള്ള വാക്ക് പാരാക്ലിസിസ്
എന്ന് പറയുന്ന വാക്കാണ് ആ പാരാക്ലിറ്റാസ് എന്നുള്ള അതിൽ നിന്നുള്ള വാക്കാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് സഹായകൻ, ആശ്വാസപ്രദൻ എന്നൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, അഡ്വക്കേറ്റ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ യോഹന്നാൻ 14-ലും 16-ലും പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന് വിളിക്കുമ്പോൾ ഈ അതേ പാരാക്ലിറ്റസ്, ഈ കംഫർട്ട്, ആശ്വസിപ്പിക്കുന്നവൻ, സഹായകൻ എന്നുള്ള വാക്ക് നമ്മുടെ പിതാവായ, അതാ 3-ാമത്തെ വാക്യം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന, എല്ലാ ആശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് നമ്മളെ ദൈവം ആശ്വസിപ്പിക്കുന്നു, അല്ലേ? അപ്പൊ ആ ആശ്വാസം കൊണ്ട് അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, അതായത് ഏതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ആ കഷ്ടം കൊണ്ട് ബാക്കി കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കും. അതായത് നമുക്കിപ്പം കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടി, നമ്മൾ ആ ദൈവത്തിൽ നിന്ന് പാനം ചെയ്ത് നമ്മൾ ആ ഉറവയിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്കും ആ ജീവജലത്തിന് നദികളെ പകർന്നു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ആശ്വാസം, പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസദായകനായിട്ടുള്ള, ആശ്വാസപ്രദനായിട്ടുള്ള, കംഫർട്ടറായിട്ടുള്ള, ഹെൽപ്പറായിട്ടുള്ള പരിശുദ്ധാത്മാവ് പല കഷ്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ നമ്മെ തന്നെ താഴ്ത്തി കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ആക്കി തീർക്കുമല്ലോ, അവിടുന്ന് കർത്താവെ അവിടുത്തെ കൃപ മതിയല്ലോ. നമ്മൾ ആ കഴിഞ്ഞ ഞായറാഴ്ച 3 വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാ? 1 കൊരിന്ത്യർ 10-13 എന്താ വായിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ കൂടുതലൊന്നും ദൈവം അനുവദിക്കത്തില്ല. റോമർ 8:28 ദൈവം എല്ലാം വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. പിന്നെ 2 കൊരിന്ത്യർ 12-9 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? കർത്താവിന്റെ കൃപ നമുക്ക് മതിയായതാണ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ പല വചനങ്ങളിലൂണ്ടും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ കൊണ്ടൊക്കെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കാനൊക്കും. അതാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ കർത്താവ് പിതാവിനെ അതുപോലെ ഒരു കൊമ്പിനെ പോലെ ആശ്രയിച്ച് പിതാവിൽ നിന്നുള്ള ജീവരസം അളവില്ലാതെ പ്രാപിച്ച് ഇപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് ധൈര്യപ്പെടുത്തുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ തിരിച്ച് യോഹന്നാൻ 15 വരുമ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകൾ വരുമ്പം ഈ ഈസാനമൂലം പോലെയുള്ള യുറാക്കുലോ മാതിരിയുള്ള വയലന്റ് വിൻഡുകളൊക്കെ പല പരിശോധനകൾ, വിശ്വാസത്തിന് പല ശോധനകൾ, ചിലപ്പോൾ നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ, ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നായിരിക്കാം, ചില ബന്ധുക്കളിൽ നിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, നമുക്ക് ചില സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം, രോഗാവസ്ഥകളിൽ നിന്നായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പം അവിടെ നമ്മളൊരു പരാതിയും പെറുവെറുപ്പും ഇല്ലാതെ, അവിടെ ഒരു കയ്പോ അവിടെ ഒരു പ്രതികാര ബുദ്ധിയോ ഒന്നും ഇല്ലാതെ നമ്മൾ കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കത്തില്ല. അവിടുത്തെ ആ വചനത്തിന്റെ കത്തി കർത്താവെ എനിക്ക് കഴിഞ്ഞ കൂടുതലൊന്നും അനുവദിക്കത്തില്ലെന്നുള്ള ആ വചനം ഉണ്ടല്ലോ കർത്താവെ, ആ വചനത്തെ ഞാൻ എനിക്ക് ഇടങ്ങുന്നു. കർത്താവെ അവിടുത്തെ കൃപ എനിക്ക് മതിയായതാണെന്നുള്ള ആ വചനം 2 കൊരിന്ത്യർ 12:9 ഉണ്ടല്ലോ കർത്താവെ, ആ കത്തി ഞാനങ്ങ് കീഴടങ്ങുന്നു. കർത്താവെ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന അവിടുത്തെ വചനത്തിലുണ്ടല്ലോ കർത്താവെ, ആ കത്തിക്ക് ഞാനങ്ങ് കീഴടങ്ങുന്നു. അങ്ങനെ നമുക്ക് ചിലപ്പോൾ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ എങ്കിലും കർത്താവെ ഞാൻ എന്നെ തന്നെ കർത്താവെ അവിടുത്തേക്ക് ഇത് എന്താണോ ഇവിടെ യേശു കർത്താവ് എങ്ങനെ പെരുമാറിയോ, എങ്ങനെ ചിന്തിച്ചോ, എങ്ങനെ ചെയ്യുമോ, അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി കർത്താവ് ഞാൻ എന്നെ തന്നെ അങ്ങ് അവിടുത്തെ വചനത്തിനായി കീഴടങ്ങുന്നു. അങ്ങനെ കർത്താവ് ചെത്തി വെടിപ്പാക്കുന്ന കത്തിയിൽ നമ്മളെ ശുദ്ധമാക്കി പ്രൂൺ ചെയ്ത് അധികം ഫലം കായ്ക്കുവാൻ. അപ്പം വളരെ അധികം ഫലം കായ്ക്കാൻ വേണ്ടി 2-ാമത്തെ വാക്യത്തിൽ അധികം ഫലം എന്നുള്ളൊരു കാര്യം, മോർ ഫ്രൂട്ട്, പിന്നെ നമ്മൾ മച്ച് ഫ്രൂട്ട് എന്നാണ് പിന്നെ തുടർന്ന് വായിക്കുന്നത്. എവിടെ നമ്മളത് വായിക്കുന്നത്? അങ്ങനെ വായിക്കുന്നവർ ബൈഡ്സ് ഇൻ മീ 5-ാമത്തെ വാക്യത്തിൽ മച്ച് ഫ്രൂട്ട്, വളരെ ഫലം, അധികം ഫലം, നമ്മൾ ഫലം കായ്ക്കുന്നു. ശരിയാണ്, നമ്മളെ മുമ്പുള്ള അവസ്ഥയിൽ നിന്നൊക്കെ അധികം നമ്മൾ ഫലം കായ്ക്കുന്നത്. എന്നാൽ വീണ്ടും ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം ചില ഏരിയാസിൽ ചില കൊമ്പുകളിലൊക്കെ മാവിലെ ഫലമുണ്ട്, അല്ലെങ്കിൽ മാവില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടി, ചിലപ്പോൾ മുന്തിരിവള്ളി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചിലയിടത്തൊക്കെ നല്ല ഫലമുണ്ട്. എന്നാൽ ചില കൊമ്പുകൾ അധികം ഒന്നും ഫലമില്ലാതെ നിൽക്കും. അപ്പോൾ അവിടെ കുറച്ചുകൂടെ പ്രൂൺ ചെയ്യുമ്പം പിന്നെ അത് പൊട്ടിക്കിളിച്ച് പിന്നെ അവിടെയും കൂടെ ഫലം വരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊരു കൊമ്പായിട്ടാണെങ്കിൽ നമ്മുടെ തന്നെ പല ചില്ലകൾ അല്ലെങ്കിൽ ചില്ലികൾ, സ്മോളർ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കർത്താവ് ചില മേഖലയിൽ ചിലപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് ഫലം കായ്ക്കുന്നുണ്ടായിരിക്കുന്ന സഭയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ, ചിലപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജോലിയിലുള്ള കാര്യത്തിലൊക്കെ ചില ഒരു ഫലത്തിൻ്റെ ചില കുറവുകൾ കാണുമായിരിക്കും. ചില ദീർഘക്ഷമയുടെ കുറവ് കാണുമായിരിക്കും, ചില ഇന്ദ്രിയജയത്തിൻ്റെ കുറവ് കാണുമായിരിക്കും, ചില സ്നേഹത്തിൻ്റെ കുറവ് കാണുമായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കുറവ്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അങ്ങനെയുള്ള ചില കുറവുകളൊക്കെ കാണുമായിരിക്കും. അപ്പം
അവിടെ കർത്താവ് അധികം ഫലം കായ്ക്കാനായിട്ട് ദൈവം ചില പ്രൂണിങ് ആയിട്ടുള്ള ചില വ്യക്തികളിലൂടെ ആയിരിക്കും, ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ വെച്ച് ദൈവം പ്രൂൺ ചെയ്യുന്നു. അപ്പം അധികം ഫലം കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താവും, അതങ്ങ് വളരെ ഫലമാവും. മോർ ഫ്രൂട്ട് മച്ച് ഫ്രൂട്ട് ആവുന്നത്. 2ാമത്തെ വാക്യത്തിൽ മോർ ഫ്രൂട്ട്, 5ാമത്തെ വാക്യാവത്തേക്ക് മച്ച് ഫ്രൂട്ട്, വളരെ ഫലമായി. പിന്നെ ആ വളരെ ഫലം എങ്ങനെയുള്ള ഫലമായിട്ട് എത്ര നാളെ നിലനിൽക്കുന്ന ഫലമായിരിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച 16ാമത്തെ വാക്യത്തിൽ വായിച്ചത്. നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിന് എബൈഡിങ് ഫ്രൂട്ട്, മോർ ഫ്രൂട്ട്, മച്ച് ഫ്രൂട്ട്, എബൈഡിങ് ഫ്രൂട്ട്, റിമൈനിങ് ഫ്രൂട്ട്. ആ എബൈഡിങ് ഫ്രൂട്ട്, ദാറ്റ് ഫ്രൂട്ട് മേ റിമൈനിങ്. ആ കർത്താവ് നമ്മൾ കർത്താവിൽ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നാം കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. അപ്പം നമ്മളിലൂടെ ഉണ്ടാകുന്ന ഫലവും വസിക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു. ഒരേ വാക്കാണ് മെനോ എന്ന് പറയുന്നത്. അതേ ഗ്രീക്ക് വാക്ക് തന്നെ അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. മെനോ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. നാം കർത്താവിൽ നിലനിൽക്കുന്നു, കർത്താവ് നമ്മളിൽ നിലനിൽക്കുന്നു. അപ്പം നമ്മളിലൂടെയുള്ള ഫലവും നിലനിൽക്കുന്ന ഫലമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നിന്നുള്ള, നമ്മുടെ സ്വയത്തിൽ നിന്നുള്ള, നമ്മൾ തന്നെ അവിശ്വാസികളായിട്ട് എത്ര ആൾക്കാർ വളരെ മാന്യമായിട്ട് പെരുമാറുന്നു, വളരെ പക്വതയോടെ വളരെ സാവധാനതയോടെയൊക്കെ പെരുമാറുന്നു. പക്ഷെ അത് നിലനിൽക്കുന്ന ഫലമാണോ? അല്ല. എന്ന് വെച്ചാൽ അത് മനുഷ്യനിൽ നിന്ന് ഉരുവായ ഫലമാണ്. വെച്ചാൽ അവർ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, ശരിയാ, അവർക്ക് അത്രേ വിളിച്ചുള്ളൂ, നമ്മളും അതുപോലെ തന്നെ ആയിരുന്നു. പല നീതി പ്രവൃത്തികളും നന്മ പ്രവൃത്തികളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ ദൈവത്തിന് മുമ്പാകെ കറപുരണ്ട തുണി പോലാണെന്ന യെശയ്യാവ് 64-6 വാക്യത്തിൽ പറയുന്നു. എന്നാൽ അത് അത് നിലനിൽക്കുന്ന ഫലമല്ല. അത് നോക്കുമ്പോൾ മനുഷ്യനെ നോക്കുമ്പോൾ നല്ല സ്വഭാവമുള്ള, നല്ല താഴ്മയുള്ള മനുഷ്യനാണല്ലോ, കർത്താവിനെ അറിഞ്ഞിട്ടില്ലെന്നുള്ള കുറവേ ഉള്ളൂ. കർത്താവിനെ അറിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ശരിയാണ്. നമ്മളെ അവിശ്വാസികളായിരുന്നപ്പോൾ ദൈവം അവർക്കുള്ള മനസാക്ഷിയിലുള്ള വെളിച്ചത്തിനൊത്തവണ്ണം ഇപ്പം കൊർന്നേലിയോസ് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ദൈവഭക്തിയോടെ ജീവിച്ചു. പക്ഷെ ദൈവം അദ്ദേഹത്തെ കർത്താവിനെ അറിയുന്ന നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടി പത്രോസിനെ ഒരുക്കി, പത്രോസിനെ അവിടെ കൊണ്ടു ചെല്ലുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. പറയുന്നത് പോലെ കൊർന്നേലിയോസിനെ പോലെ ദൈവഭക്തരായ യഥാർത്ഥ ദൈവം എന്ന് അറിയാതെ എന്നാൽ അവർക്കുള്ള മനസാക്ഷിയിലുള്ള വെളിച്ചത്തിനനുസരിച്ചൊക്കെ ജീവിക്കുന്ന അനേകർ കാണും. നമ്മൾ അവരാരെയും ഡിസ്പൈസ് ചെയ്യുന്നില്ല. അവർ കൊർന്നേലിയോസിനെ പോലെ നാളെ നമ്മളെക്കാട്ട് വലിയ വിശ്വാസവീരന്മാരായിക്കൂടുന്നില്ല, നമുക്കറിയത്തില്ല. നമ്മളാരും കല്ലെറിയാനോ കുറച്ച് കാണിക്കാനോ ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ വചനത്തിന് വെളിച്ചത്തിന് നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ വാക്യം മിക്കവർക്കും അറിയാമായിരിക്കും. റോമർ 11:36 നിലനിൽക്കുന്ന ഫലത്തിന്റെ 11:36 അതിന്റെ തൊട്ടടുത്ത വാക്യം 12:1 വാക്യത്തിൽ നിലനിൽക്കുന്ന ഫലത്തിന്റെ ഗുഡൻസ് നമ്മൾ കാണുന്നത്. റോമർ 11 അധ്യായത്തിന്റെ റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 36 വാക്യത്തിലാണ്. ഇവിടെ നിന്ന് തുടങ്ങിയാലേ നിലനിൽക്കത്തുള്ള എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. 36 സകലവും, നിത്യതയിൽ നിലനിൽക്കുന്ന സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. റോമർ 11:36 വാക്യം. അവൻ എന്നേക്കും മഹത്വം, ഫ്രം ഹിം, ത്രൂ ഹിം, ടു ഹിം. അതായത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന കണക്ക് ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് പോകുന്ന കാര്യങ്ങളെയും നിലനിൽക്കുന്ന കാര്യങ്ങളായിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാവട്ടെ, നമ്മളുടെ വചനധ്യാനമാവട്ടെ, നമ്മളുടെ സൽപ്രവർത്തികളാവട്ടെ, നമ്മളുടെ ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങളാവട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് മാനസികമായിട്ടുള്ള നമ്മളുടെ ഒരു ഇച്ഛാശക്തിയിൽ നമ്മൾ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അത് എന്നാൽ ദൈവത്തിന് മുമ്പിൽ, ദൈവത്തിന് വിശുദ്ധിയുടെ മുമ്പിൽ അത് കറപുരണ്ട തുണി പോലെ. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിൽ നിന്ന് തുടങ്ങി പരിശുദ്ധാത്മാവിലൂടെയുള്ള യേശുവിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പ്രേരണ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ കർത്താവിന്റെ ശക്തിയാൽ അനുസരിക്കുന്നു. അത് ആരുടെ മഹത്വത്തിന് വേണ്ടി. ഞാനെന്തോ വലിയ ആളാ, ഞാൻ വലിയ വിശുദ്ധനാ, ഞാൻ വലിയ നന്മ പ്രവൃത്തി ചെയ്യുന്ന ആളാ, ഞാൻ വലിയ നീതിമാനാന്നുള്ള എൻ്റെ മഹത്വത്തിനായിട്ടല്ല. എല്ലാ മഹത്വം ഒന്ന് കർത്താവിന്. നമ്മളിപ്പം ഇന്ന് പാടിയതുപോലെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ്റെ യേശുവിനെന്ന് നമ്മളത് പാടുമ്പോൾ അത് എവിടെ യഥാർത്ഥത്തിൽ പറയുന്നത്, നമ്മുടെ മഹത്വവും ജ്ഞാനമൊക്കെ നമ്മളിപ്പോൾ അത് വായിച്ചു. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം അത് നമ്മളിപ്പോൾ ആ സ്റ്റാൻസയായിട്ട് പാടിയത് എവിടെ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ ദൂതന്മാര് അതിന് 11-12 വായിക്കുക. പിന്നെ ഞാൻ യോഹന്നാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ഏറിയ ദൂതന്മാരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. അതുപോലെ മിറിയാഡ്സ് ഓഫ് തൗസൻഡ്സ്, അതുപോലെ ആയിരക്കണക്കിന് ദൂതന്മാര്. വെളിപാട് 5-ന്റെ 11-ാമത്തെ വാക്യം. അപ്പൊ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവർ അത്യുച്ചത്തില്
എന്താ അവർ അത്യുച്ചത്തിൽ ആർക്കുന്നതെന്ന് ചോദിച്ചാൽ സ്തുതിക്കുന്നതെന്ന് വെച്ചാൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറയുന്നു. അതിൻ്റെ അതേ ഓർഡർ തന്നെ നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 9ാമത്തെ വാക്യത്തിലും ഇതേപോലുള്ള 9ാമത്തെ വാക്യത്തിലും കുഞ്ഞാട് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഇവൻ 4ാം അധ്യായത്തിന് പിതാവിനെ ആരാധിക്കുന്ന ഒരു കാര്യം പറയുമ്പോഴും അതിൻ്റെ 11ാമത്തെ വാക്യത്തിലുമൊക്കെ ഇത് മഹത്വവും ബഹുമാനവും ശക്തിയും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ പാട്ടുകാരന് എങ്ങനെ ഈ മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും വെറുതെ കുറേ വാക്കുകളങ്ങ് എഴുതി വെച്ചതല്ല, അദ്ദേഹം ഈ വചനത്തിൽ നിന്ന് എടുത്ത അവിടെ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ താഴോട്ട് വായിക്കുമ്പോഴും ഇവൻ 5ാം അധ്യായത്തിന് 13ാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നതായിട്ട്. അപ്പം അത് നമ്മളിപ്പം വായിച്ച് ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്, ആ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം നമ്മൾ വെളിപാട് 5:12 13, 14, 13 നമ്മളിപ്പോൾ അത് വായിച്ചു. മഹത്വവും ജ്ഞാനവും ബലവും ശക്തിയും ബലവും ഒക്കെ കർത്താവിനാണ്. ഇവൻ വെളിപാട് 4 അതിൻ്റെ 11ാമത്തെ വാക്യത്തിലും നമ്മളത് വായിച്ചു. അപ്പം ആ ദൈവത്തിന് മാത്രം എല്ലാ മഹത്വവും നമ്മളുടെ ശരിയാണ്. നമ്മളിലുള്ള കർത്താവിൻ്റെ നന്മ നമ്മളിൽ കാണുമ്പോൾ മറ്റുള്ളവർ നമ്മളെയൊക്കെ നന്ദി പറയും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും, അവർ നമ്മളെ പുകഴ്ത്തുമായിരിക്കും. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ മഹത്വവും അങ്ങ് കർത്താവിന് അങ്ങ് കൊടുക്കണം വെച്ചാൽ അങ്ങനെ ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിലേക്കുള്ളതായാലേ ആ സർക്കിൾ പൂർത്തിയായാലേ അങ്ങ് അത് നിലനിൽക്കത്തുള്ളൂ നിത്യതയിൽ. അല്ലെങ്കിൽ ഈ സർക്കിൾ പൂർത്തിയായില്ലെങ്കിൽ അത് ഭൂമിയിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ തങ്ങിയിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ചെയ്യുന്നു, സ്നേഹത്തിൻ്റെ പ്രേരണയാലേ ചെയ്യുന്നു, പിന്നെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മൻ്റെ ശക്തിയാൽ ചെയ്യുന്നു. പക്ഷെ മഹത്വം നമ്മളങ്ങ് എടുക്കുകയാണെങ്കിൽ എന്താണ് പറയുക, ഭൂമിയിൽ തന്നെ അതങ്ങ് നിൽക്കും, തിരിച്ചങ്ങ് എത്തിയില്ല, നിലനിൽക്കുന്ന പ്രവൃത്തിയായില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ബ്രൈറ്റ് ഐഡിയയിൽ മാർത്തയെ പോലെ ഞാൻ തന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പം അതും അങ്ങ് എത്തിയില്ല. പിന്നെന്താ, നമ്മൾ ഏതെങ്കിലും സർക്കിളിൽ എവിടെയെങ്കിലും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതങ്ങ് നിത്യതയിൽ നിലനിൽക്കുന്ന എബൈഡിങ് ഫ്രൂട്ട് ആവത്തില്ല. നമ്മൾ എബൈഡിങ് ഫ്രൂട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നേ, ആകയാൽ എല്ലാ മഹത്വവും ബലമൊക്കെ സകലവും അവനിൽ നിന്നും അവനാലും. റോമർ 11:30 നമ്മൾ തിരിച്ച് റോമർ 11 വരുമ്പം സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം ആമേൻ. അത് കഴിഞ്ഞിട്ട് പറയുക therefore ആകയാൽ എന്നുള്ള വാക്ക് മലയാളം പരിഭാഷയിൽ അങ്ങ് വിഴുങ്ങപ്പെട്ടു. അവിടെ therefore എന്നൊരു വാക്കും കൂടെ ഉണ്ട്. therefore ആകയാൽ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകയാൽ സഹോദരന്മാരെ, മലയാളത്തിലത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സാരമില്ല. അപ്പം അതിൻ്റെ മറ്റേതായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യമാണ് അവിടെ ക്ലിയർ ആയിട്ട് വരുന്നത്. അത് ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. ഇപ്പം ഇതുപോലെ നിലനിൽക്കുന്ന ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മെ തന്നെ അങ്ങ് വട്ടപൂജ്യമായിട്ട് താഴ്ത്തി സമർപ്പിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടും. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ നന്മ, അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ ലോകത്തോട് അനുഭവമാകാതെ നമ്മൾ കർത്താവിൻ്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം, നന്മയും പ്രസാദവും നന്മ, ഏറ്റവും നന്മയുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. നമ്മളുടെ ആത്യന്തികമായ നന്മ, നിത്യതയുള്ള ആത്യന്തികമായ നന്മ, മറ്റുള്ളവരുടെ നന്മയുള്ള പ്രസാദമുള്ള ദൈവത്തിന് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യം, അത് പൂർണ്ണതയുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതമാണ് എന്താ ദൈവത്തിൽ നിന്ന് ദൈവത്തിലൂടെ ദൈവത്തിങ്കിലേക്കുള്ള കാര്യമാണ് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം. അത് ഓരോ കാര്യത്തിൽ ഇന്നതെന്ന്, ഇപ്പോൾ നമ്മളുടെ സംസാരത്തിലാവട്ടെ, നമ്മൾ ചില തീരുമാനങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ, ചില കാര്യങ്ങൾ ചിലരോട് എങ്ങനെ സംസാരിക്കണം, അതെങ്ങനെ ആ കാര്യത്തിൽ ജ്ഞാനത്തോടെ എങ്ങനെ ഒരു ആൻസർ കൊടുക്കണം, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എങ്ങനെ കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളൊരു കാര്യത്തിന് ദൈവത്തിൻ്റെതായ ഒരു ഹിതമുണ്ട്. അപ്പോൾ അതിനായിട്ട് കർത്താവേ, ഞാൻ അങ്ങയിലേക്കുള്ള ആ പരിപൂർണ്ണമായിട്ടുള്ള ദൈവഹിതം തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണം. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ ആത്മാവ് എന്നെ നിറച്ച്, കർത്താവേ, എൻ്റെ മനസ്സ് ആത്മാവിലൊരു രൂപാന്തരം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സും അത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും പുതുക്കപ്പെടും. അതാ പറയുന്നത്, ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ
രൂപാന്തരപ്പെട്ട് മനസ്സ് പുതുക്കുവിൻ എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. നമ്മുടെ ആത്മാവിൽ രൂപാന്തരം വരുന്നു, അത് നമ്മുടെ മനസ്സിനെ പുതുക്കുന്നു. അപ്പോൾ നമ്മുടെ വികാരങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മളുടെ ദേഹിയിലുള്ളത്. മനസ്സ് നമ്മൾ യേശുവിനെ പോലെ ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ വികാരങ്ങൾ പരിശുദ്ധാത്മയുടെ കൺട്രോളിലേക്ക് വരുന്നു. അപ്പോൾ തീരുമാനത്തിൽ ആ പൂർണ്ണതയുള്ള ദൈവികത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ആ ഒരു വിവേചനം തരുന്നു. അങ്ങനെ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ, അപ്പോൾ നമ്മളുടെ പ്രവൃത്തിയിലാവട്ടെ, നമ്മളുടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു, ചില കാര്യങ്ങൾ പറയുന്നു, അവിടെയൊക്കെ നിലനിൽക്കുന്ന ഫലമായിട്ട് അതായിത്തീരും. അതാണ് നമ്മൾ യോഹന്നാൻ 15 വരുമ്പം കർത്താവ് പറയുന്നുണ്ട്, ഇതിനേക്കാളുള്ള സ്നേഹിതന്മാർ സ്വന്തം ജീവനെ തന്ന് സ്നേഹിതന്മാർക്ക് വേണ്ടി, 13-ാമത്തെ വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമില്ല. ആ ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന 14-ാമത്തെ വാക്യത്തിൽ, 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കണം. ജീവനെ തന്ന് പറയുമ്പോൾ പ്രാണനെ തന്ന്, അല്ലെങ്കിൽ സ്വയജീവനെ തന്ന്. നമ്മൾ രക്തസാക്ഷികളാവാനുള്ള ജീവനെ, അക്ഷരികമായിട്ടുള്ള ഭൗതിക ജീവനെ കൊടുക്കാൻ ദൈവം വിളിക്കുവാണെങ്കിൽ ഓഫ്കോഴ്സ് ആ സമയത്ത് ദൈവം അതിനായിട്ടുള്ള കൃപ നമുക്ക് തരും. എന്നാൽ ഒരു ദിവസവും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്വയജീവനെ, എൻ്റെ പ്രാണനെ സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം എന്നിൽ വന്ന് നിറഞ്ഞ് ആ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെടുവാനും, ക്ഷമിക്കാനും, കരുതാനും, ഉത്സാഹിപ്പിക്കാനും, നമ്മളെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനും, ഉത്സാഹിപ്പിക്കാനും, നന്മ ചെയ്യാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ സ്നേഹിതന്മാർക്ക് ഞാൻ 12-ാമത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവ് വീണ്ടും ആ കൽപ്പനയുടെ കാര്യം പറയുക. 13-34 ആ കൽപ്പന പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ 15-12 പറയുന്നു. പിന്നെ 17-ാമത്തെ വാക്യത്തിൽ ഇതേ കൽപ്പന തന്നെ വീണ്ടും പറയുക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും പരമായിട്ടുള്ള സ്നേഹമില്ല. ആ സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ എങ്ങനെയാണ് ഈ ജീവനെ കൊടുത്ത് സ്നേഹിക്കുന്നത്? കൽപ്പിക്കുന്നത് ചെയ്താൽ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അതിനകത്ത് വരും. എന്നാൽ എസ്പെഷ്യലി ആ കോണ്ടെക്സ്റ്റിൽ, ആ സന്ദർഭത്തിൽ ജീവനെ കൊടുത്ത് സ്നേഹിക്കുവാണെങ്കിൽ, ജീവനെ കൊടുത്ത് സ്നേഹിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാണനെ കൊടുത്ത് സ്വജീവനെ കൊടുത്ത് സ്നേഹിക്കുവാണെങ്കിൽ ബാക്കി എല്ലാ കൽപ്പനകളും അനുസരിക്കും. സ്വജീവനാണല്ലോ ആ കൽപ്പനകൾ അനുസരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്. അപ്പോൾ സ്വജീവനെ കൊടുത്ത് നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാണെങ്കിൽ കർത്താവിന് സ്നേഹിതന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ യജമാനനാണ്, നമ്മുടെ ദാസനാണ്. അത് വലിയൊരു പദവി തന്നെ. എങ്കിലും കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെല്ലാം കർത്താവിന് ഓപ്പണായിട്ട് പറയാൻ തക്കവണ്ണമുള്ളൊരു സ്നേഹബന്ധം. ഇപ്പം ശരിയാണ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു. ബോസ് ആദ്യം നമ്മളുടെ യജമാനായിട്ടാണ് തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ വിശ്വസ്തതയും നമ്മൾ ആ കമ്പനിയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഏറ്റവും പങ്ക്ച്വലായിട്ട് വരുന്നു, ഏറ്റവും നമ്മളതൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, ഏറ്റവും കെയർഫുള്ളായിട്ട് ഏറ്റവും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ യജമാനങ്ങ് ഇത്രയും നല്ല ഒരു പണിക്കാരനെ എനിക്ക് കിട്ടിയല്ലോ, ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥനെ കിട്ടിയല്ലോ പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ കുറച്ചുകൂടി കമ്പനിയുടെ ട്രേഡ് സീക്രട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവർ ദോസ്തുകളാവുന്നു, സുഹൃത്തുക്കളാവുന്നു. കുറച്ചുകൂടെ വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏൽപ്പിച്ചാലും ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവൻ കമ്പനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് വ്യാപിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളായിട്ടാണ് നമ്മൾ ജനിക്കുന്നതെങ്കിലും അതിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ദാസൻ എന്ന വണ്ണം കർത്താവിൻ്റെ ഒരു അർത്ഥത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്ന വണ്ണം നമ്മൾ തുടങ്ങുന്നു എന്ന് പറയാം. അതിനുശേഷം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിനായിട്ട് എൻ്റെ ഈ യേശുവിൻ്റെ സ്നേഹത്തെ മറ്റനേകർക്ക് പകർന്നു കൊടുക്കണം. മറ്റനേകരെ കർത്താവിലേക്ക് വന്ന ആൾക്കാരും അവർ ശീതോഷ്ണവാന്മാരായിട്ട് തണുത്തു ഇങ്ങനെ കയ്യിലപ്പുറത്ത് തേങ്ങമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിൽ വീഴുന്ന രീതിയിൽ ഇരിക്കുക. അവരെ കൂടി ഇങ്ങോട്ട് ശരിക്കും കുറച്ചൊരു ഹോൾ ഹാർട്ടഡ് ഡിസൈപ്പിൾസ് ആക്കണം. അങ്ങനെ ബാക്കിയുള്ള സഹോദരന്മാരെ ഉത്സാഹിപ്പിക്കണം. അവരെയൊക്കെ കോട്ടേജ് മീറ്റിങ്സിന് വരാൻ നിർബന്ധിക്കണം. അല്ലെങ്കിൽ അവരെയൊക്കെ കാറൊക്കെ വിളിച്ചോണ്ട് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം അതുപോലെയൊക്കെ അങ്ങനെ ഉത്സാഹിപ്പിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത് നമ്മൾ മൈക്ക് നന്നാക്കാൻ കൊണ്ടുപോകുന്നു, സ്പീക്കർ കൊണ്ടുപോയി നന്നാക്കുന്നു, ചർച്ചിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇത് നമ്മുടെ സഭയാണ്, നമ്മുടെ കൂട്ടായ്മയാണ്, നമ്മുടെ വീടായത്, നമ്മുടെ ഭവനമായത് എന്നുള്ള ആ ഒരു മൊത്തത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തോടെ ആരും പറയാൻ കേട്ട് നിൽക്കാതെ നമ്മൾ കാര്യങ്ങളെല്ലാം
അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് ഭരമേൽപ്പിക്കുമ്പോൾ കർത്താവിന് നമ്മളോട് പിന്നെ ഇങ്ങനെ ഒരു സ്നേഹിതൻ എന്ന വേണം സംസാരിക്കാനൊക്കെ. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുവാണെങ്കിൽ എബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിച്ച കാര്യം നമ്മളവിടെ കാണുന്ന ഒരു മനോഹരമായ ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ എന്താ അവിടെ വായിക്കുന്നത്? എബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. എത്ര വലിയൊരു പൊസിഷൻ. ഹി വാസ് കോൾഡ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. കർത്താവിനെ ദൈവത്തെ വിശ്വസിച്ചു, നീതിക്ക് വിശ്വാസത്തിന് തക്കമുള്ള പ്രവൃത്തികൾ അവനുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ തൊട്ട് മുമ്പേ നമ്മളവിടെ വായിക്കുന്നത്. അവൻ എന്താ പറയുക, 21-ാമത്തെ വാക്യം നമ്മുടെ പിതാവായ എബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവൻ വിശ്വസിച്ചു, എന്നാൽ വിശ്വാസം പ്രവൃത്തിയിൽ വ്യാപരിച്ചു. വിശ്വാസം അങ്ങ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് ഇരിക്കുമല്ല. ആ വിശ്വാസം നിറഞ്ഞു കവിഞ്ഞ്, പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് പ്രവൃത്തിയായിട്ട് ആ കർത്താവിനുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും, പിതാവിനുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും തൻ്റെ ഏകജാതനായ ഏകജാതനല്ല ഇസഹാക്കും ഉണ്ടായിരുന്നു എന്ന് തൻ്റെ വാഗ്ദത്ത പുത്രനായിട്ടുള്ള ഈ ഇസഹാക്കിനെ അർപ്പിക്കാനായിട്ട് യാഗപീഠത്തിന്മേൽ കൊണ്ടുവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ വാക്യം അവന്റെ പ്രവൃത്തിയോടുകൂടി അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി. വിശ്വാസം ഉണ്ട്, എന്നാൽ വിശ്വാസം എപ്പോഴാണ് പൂർത്തിയാവുന്നത്? പ്രവൃത്തിയിൽ അത് വെളിപ്പെട്ടു വന്നു. അപ്പം വിശ്വാസം പെർഫെക്റ്റഡ് ആയി. The faith was perfected as a result of the works. The faith was perfected. നമ്മൾക്ക് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന പിശാചിനും വിശ്വാസമുണ്ട്, പിശാചും വിറയ്ക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് അതിൻ്റെ തൊട്ട് മുമ്പേ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് തരുന്ന വിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടുള്ള വിശ്വാസം അത് പ്രവൃത്തിയിൽ വെളിപ്പെടും. വിശ്വാസത്തിന് അനുസരണം എന്നൊക്കെ നമ്മൾ റോമർ 1-ലും റോമർ 16-ലും റോമർ എഴുതിയ ലേഖനത്തിന് ആദ്യത്തെ അധ്യായത്തിലും അവസാനത്തെ അധ്യായത്തിലൊക്കെ വിശ്വാസത്തിന് അനുസരണം എന്നുള്ളൊരു ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളൊരു ഫ്രേസ് നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ അനുസരണത്തിൽ അതങ്ങ് വ്യാപരിക്കുന്നു. അങ്ങനെ വിശ്വാസം പൂർണ്ണമായി പെർഫെക്റ്റഡ് ആവുന്നു. അങ്ങനെ അവന് നീതിയായിട്ട് കണക്കിട്ടു. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ച കാര്യമാണ് എബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. നമ്മളിവിടെ നമ്മൾ ഉൽപ്പത്തി 19-ലേക്കൊന്ന് വരുവാണെങ്കിൽ എബ്രഹാമിനോട് ഈ സോദോമും ഗൊമോറയൊക്കെ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ലോത്തിന്റെ ആ നഗരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ വരുമ്പോഴും അവിടെ ദൈവം എന്തിനാ പറയുന്നത് പറയുന്ന ഒരു വാക്യം ഇത് ഉൽപ്പത്തി 19-ന്റെ 19-ാമത്തെ അധ്യായത്തിൽ ഈ സോദോം ഗൊമോറയൊക്കെ നശിപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നേ. അതിന് തൊട്ട് മുമ്പ് 18-ാം അധ്യായത്തിൽ അവിടെ ആ 17-ാമത്തെ വാക്യം വളരെ അത് പഴയ നിയമത്തിൽ ഒരു ദൈവഭക്തന്റെ കുറിച്ച് ദൈവം പറയുക. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എബ്രഹാമിനോട് മറച്ചു വെക്കുവോ? എബ്രഹാം എൻ്റെ സ്നേഹിതനല്ലേ, ഇപ്പം എൻ്റെ എത്ര വലിയ ഫ്രണ്ടല്ലേ, ഞാൻ ചെയ്യാനുള്ള കാര്യം എൻ്റെ ഫ്രണ്ടിനോട് പറയാതിരിക്കുമോ? നമ്മുടെ എൻ്റെ മച്ചാനോട് പറയാതിരിക്കുമോ? എൻ്റെ അളിയനോട് പറയാം എന്നൊക്കെയല്ലേ ഇന്നത്തെ ഭാഷയിൽ ഒരു ദോസ്ത് ഫ്രണ്ട് എൻ്റെ ചങ്കല്ലേ, എൻ്റെ ചങ്കിനോട് പറയാതിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അതുപോലുള്ള ഒരു ദൈവം ആരാ? എബ്രഹാം ഒരു മനുഷ്യൻ, ശരിയാ. അപ്പം എന്നാൽ വിശ്വാസത്തിന് പിതാവെന്നൊക്കെ എബ്രഹാമിനെ കുറിച്ച് ഗലാത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ എബ്രഹാമിനെ ഫാദർ ഓഫ് ഫെയ്ത്ത് എന്ന വായിക്കും. അപ്പം എൻ്റെ ഫ്രണ്ടിനോട് പറയാതിരിക്കുമോ? അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളുമൊക്കെ ഐ ഹാവ് ചോസൻ ഹിം 19-ാമത്തെ വാക്യത്തിൽ ഇപ്പം കർത്താവ് ശിഷ്യന്മാരെ, അതായത് നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് അതേപോലെ ഒരു സ്നേഹിതനായിട്ട് കർത്താവ് വിളിക്കുന്നത്. ഇനി അപ്പം അത് നമ്മൾ ആ വാക്യങ്ങൾ വായിച്ച ആ കോണ്ടെക്സ്റ്റ് അതിലേക്ക് വന്നേക്കുന്ന ദാസനോട് എല്ലാം പറയുന്നില്ലെന്ന് ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാന്ന എൻ്റെ തൊട്ട് താഴെ നമുക്കറിയാം. ആ വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. അതിൻ്റെ ആ യോഹന്നാൻ 15 നമ്മളിവിടെ വിരലുണ്ട്. യോഹന്നാൻ 15 നമ്മൾ എന്താ വായിച്ചത്? യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ആദ്യമൊക്കെ കർത്താവിനെ എല്ലാവരോടും ഒന്നും പറയാൻ പറ്റിയില്ല. എന്നാൽ എസ്പെഷ്യലി ആ അടുത്ത 3 യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് അതിലും കൂടുതൽ ബാക്കി 11 പേരോടും ബാക്കിയുള്ള 12 യൂദാസും ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ളവരോടും ഒക്കെ പറയുന്നതിനെക്കാട്ടും കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ആ 3 പേർക്ക് വെളിപ്പെടുത്താൻ ഒത്തു. അപ്പം അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നേ? യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ കർത്താവിൻ്റെ ആ ഒരു സ്നേഹിതനായിട്ട് മാറിയിട്ടുണ്ടോ? കർത്താവിന് ഇപ്പം നമ്മളുടെ ദേശത്ത്, നമ്മുടെ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ
അല്ലെങ്കിൽ രാമപുരത്ത്, കരുനാഗപ്പള്ളിയിൽ, കറ്റാനത്ത്, തച്ചൻ്റെ മുക്കിൽ ഒക്കെ ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം അത് ആരോടാ ആദ്യം ആ ഭാരം കൊടുക്കുന്നേ? ദൈവത്തിൻ്റെ സ്നേഹിതന്മാർക്ക് ആ അവാർഡം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുട്ടത്ത്, അല്ലെങ്കിൽ പട്ടോളി മാർക്കറ്റിൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളൊക്കെ വരുമ്പോൾ ദൈവം ആ ഭാരങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിനെക്കാട്ടിൽ ആ ഒരു സുഹൃത്തുക്കളൊക്കെ, സ്നേഹിതന്മാർക്ക്. അപ്പം ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എബ്രഹാമിനോട് മറച്ചു വെക്കുവോ എന്ന് 17-ാമത്തെ വാക്യത്തിൽ തിരിച്ച് നമ്മൾ ഉൽപ്പത്തി 18:17 അത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് എബ്രഹാം വലിയതും ബലവുമുള്ളതായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലുള്ള സകല ജാതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം. 19-ാമത്തെ വാക്യം, എബ്രഹാം തന്റെ മക്കളോട് തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ എബ്രഹാമിനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുവാണ്. ഇതിനുവേണ്ടി അവൻ തൻ്റെ കുടുംബത്തെ നീതിയിലും ന്യായത്തിലും നടക്കുവാൻ കൽപ്പിക്കേണ്ടത്. ദാറ്റ് ഹി മേ കമാൻഡ് ദ ചിൽഡ്രൻ ആൻഡ് ഹൗസ് ഹോൾഡ്. യഥാർത്ഥത്തിലുള്ള ഒരു പിതാവ്, ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്, ഒരു കുടുംബനാഥന് ആ ഭാര്യയും മക്കളും ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാന് അഭ്യർത്ഥിക്കുമല്ലേ? ശരിയാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞ് നമ്മൾ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മീയ അധികാരത്തോടെ കൽപ്പിക്കേണ്ടതിനെന്നുള്ളൊരു വാക്കാണ് അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബനാഥൻ, ഒരു ഭർത്താവ്, ഭാര്യയും മക്കളും അവര് സഭയുടെ കാര്യങ്ങളിലാവട്ടെ, ദൈവിക കാര്യങ്ങളിലാവട്ടെ, കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലാവട്ടെ, വചനം ധ്യാനിക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ അവര് ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം ആ എബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ലോത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇതായിരിക്കും തമാശ പറയുന്ന പോലെ തോന്നിയെന്നൊക്കെ. അതിൻ്റെ നമ്മളിവിടെ 19-ാം അധ്യായത്തിൽ, തൊട്ടടുത്ത അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ലോത്തിനെ ദൈവത്തിന്റെ സ്നേഹിതനെന്നൊന്നും പറയുന്നില്ല. നീതി പ്രസംഗി എന്നൊക്കെ പുതിയ നിയമത്തിലൊരു പ്രയോഗം ലോത്തിനെ കുറിച്ച് പറയുന്നത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രയോഗമൊക്കെ ഉണ്ടെങ്കിൽ പോലും ലോത്തിന് വല്ലാത്ത ഒത്തിരി പരാജയങ്ങളുള്ള കാര്യം നമുക്കറിയാം. ഇതിന്റെ തൊട്ടടുത്ത അധ്യായത്തിൽ 19-14 വായിക്കുവാണെങ്കിൽ, അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുക, എന്നുവെച്ചാൽ ഈ ദേശമൊക്കെ ദൈവം നശിപ്പിക്കാൻ പോവുക എന്ന് പറയുമ്പം യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നാൽ അവൻ പുലി വരുന്നേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പുലി വന്നാൽ ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ ചളു പഠിച്ച് നടക്കുമല്ലേ, അപ്പൊ ഇതും പുടുപടിക്കുക അല്ലെങ്കിൽ ചളു പഠിക്കുക, കളി പറയുന്നു. അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സീരിയസ്നെസ്സോ അങ്ങനെ ഒരു കാര്യങ്ങളുടെ ഒരു കാര്യഗൗരവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് ലോത്തിന്റെ മരുമക്കൾക്ക് ലോത്തിനെ കുറിച്ച് തോന്നിയില്ല. എന്നാൽ എബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? എബ്രഹാം തൻ്റെ പിമ്പുള്ള കുടുംബത്തോടും തൻ്റെ മക്കളോടും, അതിൻ്റെ 18-19 നമ്മൾ വായിച്ചത്, എബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയോടും ന്യായത്തോടും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിലും, മക്കളുടെ മേലുള്ള ഒരു ആത്മീയ അധികാരം അപ്പനെന്ന നിലയിൽ ഭാര്യയ്ക്ക് മേലും മക്കൾക്ക് മേലെയുള്ള ഒരു ജഡികമായിട്ടുള്ളൊരു അധികാരത്തിന്റെ കാര്യം എന്തോ ഒരു ഡിക്റ്റേറ്ററെ പോലെ, ഒരു ഹിറ്റ്ലറെ പോലെ, രേഖാധിപതിയെ പോലെ എല്ലാവരും കൂടെ അടക്കി വാഴുന്ന അങ്ങനെയുള്ള അധികാരമല്ല, മറിച്ച് ആത്മീയ അധികാരം. ഒരു ഇടയൻ ആടുകളെ നയിക്കുന്നത് പോലുള്ള ഒരു അധികാരം. ഒരപ്പന് ആ ഒരു ഭാര്യമേലെ മക്കളുടെ പേര് അവരെ കുടുംബത്തെ കർത്താവിന്റെ വഴിയിൽ നടത്തുവാനുള്ള ആ ഒരു ജാഗ്രതയോടെ ഉള്ള ഒരു അധികാരം. അങ്ങനെ അതാ ഈ എബ്രഹാമിനെ ദൈവത്തിന്റെ ഫ്രണ്ടായിട്ട് സുഹൃത്താക്കി മാറ്റിയ കാര്യം. അത് കഴിഞ്ഞിട്ട് എബ്രഹാം ഇത്ര പേരുണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കൂ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കൂ. ആ ഭാഗമൊന്നും ഞാൻ വായിച്ച് നമുക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. വായിച്ചിട്ടില്ലാത്തൊരു ആ ഭാഗം നമുക്ക് വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിക്കണം. നല്ലൊരു ദൈവത്തോടെ എബ്രഹാം ഇങ്ങനെ ലേലം വിളിക്കുന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ പറയുമോ, അയ്യോ എങ്ങനെയെങ്കിലും നശിപ്പിക്കാതിരിക്കുമോ ദൈവമേ, അത്ര ഭയഭക്തി ബഹുമാനത്തോടെ പറയുന്നേ. 24-ാമത്തെ വാക്യത്തിൽ ആ പട്ടണത്തിൽ 50 നീതിമാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുവോ? അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പം 31-ാമത്തെ വാക്യത്തിൽ 20 നീതിമാന്മാരുണ്ടെങ്കിൽ പറ്റുമോ? പിന്നെ 32-ാമത്തെ വാക്യത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ 10 നീതിമാന്മാരുണ്ടെങ്കിലും നശിപ്പിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ബാക്കി ലോത്തും ബാക്കി എല്ലാവരും കൂടെ ഒക്കെ കൂട്ടിയാൽ പോലും 9 വരുത്തുള്ളായിരുന്നു, 10 പോലും ഇല്ലായിരുന്നു. അതിനിട്ട് ദൈവം അവരെ നശിപ്പിക്കുന്നത് പിന്നെ ലോത്തിന്റെ പരിപ്പ് തൂണായി നിന്ന കാര്യമൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. പിന്നെ എബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. മോശക്കാരനായിരുന്നോ? മോശ എന്ന് പറയുമ്പോൾ തന്നെ മോശക്കാരനല്ലെന്ന് നമുക്കറിയാം പേരിൽ നിന്ന്. മോശയെ കുറിച്ച് എന്താ പറയുന്നത്? പുറപ്പാട് പുസ്തകം
അതിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 33-11 ഓർക്കാൻ എളുപ്പമാണ്. എന്താ 33 ഡിവൈഡ് ബൈ 3 11. 33-11 എന്താ പറയുന്നത്? പുറപ്പാട് 33-11 ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരൻ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. എന്താ യോശുവ പിൻഗാമിയായിട്ട് തീർന്നതിന്റെ രഹസ്യം കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, യോശുവ ഇങ്ങനെ ദൈവത്തോട് ഇതുപോലെ ഹൃദയമായിട്ട് സ്നേഹിതനെ പോലെ സംസാരിക്കുന്ന മോശയെ കണ്ടിട്ട് അസൂയ തോന്നി യോശുവയെ അങ്ങ് ദൈവത്തോടങ്ങ് അടുത്തു. മോശയോടങ്ങ് പറ്റി മോശയോടങ്ങ് കൂടെ കൂടി. അങ്ങനെ ആ യോശുവയ്ക്കും ആ മോശയുടെ അതേ ആ ഒരു യോശുവയ്ക്കും കാലേബിനും ഒക്കെ മോശയുടെ അതേ ഒരു തീക്ഷ്ണതയോടെ അവർ വന്നു. അവർ കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനതയുടെ അടുത്ത തലമുറയെ നയിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ വായിക്കുന്നത് എന്താ? ലോർഡ് യൂസ് ടു സ്പീക്ക്, അങ്ങനെ സംസാരിക്കുന്ന പതിവായിരുന്നു. സ്പീക്ക് ടു മോസസ് ഫേസ് ടു ഫേസ് ജസ്റ്റ് ആസ് എ മാൻ സ്പീക്സ് ടു ഹിസ് ഫ്രണ്ട്. ഇന്ന് പുതിയ ഉടമ്പടി, അന്ന് പഴയ ഉടമ്പടിയിൽ ചുരുക്കം ചിലരോട് ദൈവത്തിന് അതുപോലെ സംസാരിക്കാൻ സാധിച്ചുള്ളൂ. ഇന്ന് പുതിയ ഉടമ്പടിയിൽ നമ്മളോട് ഓരോരുത്തരോട് നമ്മൾ ഫ്രം ദ ലീസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്, ചെറിയവനിൽ നിന്ന് വലിയവൻ വരെ ദൈവത്തെ അറിയും എന്ന് നമ്മളവിടെ എബ്രായർ 8-11 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് യോഹന്നാൻ 15 നമുക്ക് വിരലുണ്ട്, നമ്മൾ ബാക്കി വിരലാക്കി ഇപ്പോൾ എടുത്താലും സാരമില്ല. തിരിച്ച് എബ്രായർ 8-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ എന്താ നമുക്ക് വലിയ വലിയ നമ്മൾ അതുപോലെ ഭയങ്കര 19 വയസ്സായാലേ എനിക്ക് ദൈവത്തെ അറിയാനൊക്കെ ഉള്ളൂ എന്നുണ്ടോ? ഇല്ല. നമ്മളിവിടുത്തെ വായിക്കുന്ന എബ്രായർ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനാവണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ 8-10 വയസ്സേ കാണത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 4-5 വയസ്സേ കാണത്തുള്ളായിരിക്കും. എനിക്ക് എത്ര പ്രായക്കുറവാണെങ്കിലും ആത്മീയമായിട്ട് ഞാനിപ്പം വീണ്ടും ജനിച്ച അവസ്ഥയിലേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം എങ്കിലും എന്താ എബ്രായർ 8-11 പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള പ്രവചനം യിരെമ്യാവ് 31-31 എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് പറയുക. അതിന് എബ്രായർ 8-11 ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുകയെന്ന് ഉപദേശിക്കുകയില്ല. അവൻ അബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ആ അബാലവൃദ്ധം എന്നുള്ളത് മലയാളത്തിൽ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ശരിക്കും ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതുന്നത് ഫ്രം ദ ലീസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് ദേ വിൽ നോ മീ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ. അത് സാക്ബർ എപ്പോഴും ഇടയ്ക്ക് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. എപ്പോഴും അത് എടുത്ത് പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് ഒരു അപ്പന് 10 മക്കളുണ്ടെന്നിരിക്കട്ടെ. മൂത്ത ആൾക്ക് 25 വയസ്സുണ്ട്, പിന്നെ 18, 16, 10. അതിൻ്റെ ഇളയ കുഞ്ഞുക്കുടുവിന് 2 വയസ്സേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുവാണ്. എല്ലാവർക്കും അപ്പനോട് സംസാരിക്കാൻ തുടങ്ങുക. എല്ലാവരും അപ്പ പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങുന്ന ആരെയായിരിക്കും അപ്പനെ ആദ്യം കേൾക്കുന്നത്? 25 വയസ്സുള്ള ആളെയാണോ കേൾക്കുന്നത്? ഇത് 2 വയസ്സുള്ള ആളെ? അപ്പന്മാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഇളയാൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് കൂടുതൽ 25 വയസ്സ് വെയിറ്റ് ചെയ്യും. നീ കുറേ നാൾ സംസാരിച്ചില്ലേ, ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ആദ്യം ഏറ്റവും ഇളയ ജൂനിയർ മോസ്റ്റ് പറ, ഏറ്റവും കുഞ്ഞുക്കൂടും ആദ്യം പറ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ മൂത്ത ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യാന്നറിയാം. അതാ ഇവിടെ പറയുന്നത് ഫ്രം ദ ലീസ്റ്റ് ബാലൻ മുതൽ വൃദ്ധൻ വരെ. അപ്പം നമ്മളിപ്പോൾ വീണ്ടും ജനത്തിൻ്റെ നമ്മൾ ഏറ്റവും ആത്മീയ അപക്വതയുള്ളവരായിരിക്കും. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. എങ്കിലും നമുക്കും കർത്താവിൻ്റെ സ്നേഹിതനാവാനുള്ളൊരു പൊട്ടൻഷ്യലുണ്ട്. നമ്മൾ കർത്താവ് പറയുന്നത് ചെയ്താൽ മതി. അതാണ് നമ്മളിപ്പം വായിച്ചത്. ഞാൻ പറയുന്നത് ചെയ്താൽ നമ്മൾ തിരിച്ച് യോഹന്നാൻ 15-14 പറയുന്നത് സ്നേഹിതനാവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കുരിശുമല മുട്ടുമേൽ കയറണമെന്നോ, അല്ലെങ്കിൽ ആണിക്ക് മേലെ കിടക്കണമെന്നോ, അല്ലെങ്കിൽ ശയനപ്രദക്ഷിണം ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നത്. കർത്താവിൻ്റെ സ്നേഹിതനാവാൻ എന്താ ചെയ്യേണ്ടത്? 14-ാമത്തെ വാക്യം യോഹന്നാൻ 15-14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കർത്താവിന് എന്താ പറയുന്നത്? അവിടെ ജീവനെ കൊടുത്ത് സ്നേഹിക്കുന്ന കാര്യമാണ് കർത്താവിന് തൊട്ട് മുമ്പ് പറയുന്നത്. കർത്താവ് പറയുന്ന വചനങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ആ ജീവനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് വചനം എല്ലാം അനുസരിക്കാനും പറ്റുന്നത്. നമ്മളുടെ സ്വജീവനെ, പ്രാണനെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുമ്പോൾ ശരിക്കും ഞാൻ കർത്താവിൻ്റെ സ്നേഹിതനാവുന്ന ആ ഒരു പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കിട്ടി. കമ്പനിയുടെ ലേബറർ എന്നുള്ള നിലയിൽ നിന്ന് പെട്ടെന്ന് ഡയറക്ടർ ബോർഡിലേക്ക് സ്ഥാനം കയറ്റാം. എത്ര വലിയ പ്രൊമോഷൻ! നമ്മളാരും ആഗ്രഹിക്കുന്നൊരു പ്രൊമോഷൻ അല്ലേ? എന്നാൽ കർത്താവ് നമ്മളെ കർത്താവിനെ വചനം അനുസരിക്കുമ്പം ഡയറക്ടർ ബോർഡിലേക്ക് കർത്താവിൻ്റെ ആ ഒരു എന്താ പറയുക, ചെയർമാൻ്റെ കൂട്ടുകാരനായിട്ട്, സിഇഒയുടെ കൂട്ടുകാരനായിട്ട് നമ്മളെ അങ്ങ് മാറ്റുക. അത് കഴിഞ്ഞിട്ട് കർത്താവ് തൻ്റെ ഭാരങ്ങളെയൊക്കെ നമ്മളൊക്കെ അറിയിക്കുന്ന, ഞാൻ ഇവനോട് എബ്രാഹിമിനോട് പറഞ്ഞതുപോലെ ഞാൻ വേറെ എന്തെങ്കിലും മറച്ചു വെക്കുമോ? ആമോസിൻ്റെ പുസ്തകത്തിൽ സിമിലറായിട്ടുള്ളൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം
തൻ്റെ പ്രവാചകന്മാരോട് മറച്ച് വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറയുന്നൊരു വാക്യം. ആമോസിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ യെരമ്യാവ് എഹെസ്കേലൊക്കെ കഴിഞ്ഞ് ദാനിയേൽ യോവേലൊക്കെ കഴിഞ്ഞിട്ട് ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പം അവിടെ അതിൻ്റെ ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ രണ്ടുപേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് പറയുക. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു അജണ്ടയുണ്ട്, എനിക്ക് വടക്കോട്ട് പോകണം, ദൈവം പറയാൻ തെക്കോട്ട് പോകണം. അപ്പം ഞാൻ എൻ്റെ അജണ്ട അവിടെ മാറ്റി വെച്ചിട്ട് കർത്താവേ അവിടുത്തെ അജണ്ടയ്ക്കായിട്ട് ഞാൻ കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആമോസ് 3:3 രണ്ടുപേരും തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുക. അപ്പം ഒത്താലേ നമുക്ക് ഒരുമിച്ച് നടക്കാനൊക്കെ ഉള്ളൂ. അപ്പം കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് അല്ല ബ്രദർ 7ലേക്ക് വരുന്നുണ്ട്. 3:3 അത് പറയുന്നുണ്ട് സിസ്റ്ററെ. 3:3 രണ്ടുപേര് 7ലേക്ക് ഞാൻ വരുക. 7ഉം ഇടപെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് രണ്ടുപേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമ്പോൾ two men walk together unless they have made an appointment. അവരൊരു ഒരേ കാര്യത്തിൽ എഗ്രി ചെയ്യാതെ നടക്കുക. അതുകൊണ്ട് 7ാമത്തെ വാക്യത്തിൽ അതേപോലെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്നെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ആ ഒരു അന്ന് പ്രവാചകന്മാരെ ദാസന്മാർ എന്നുള്ളൊരു കാര്യമൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മാത്രമല്ല, നമ്മൾ ഇനിയിപ്പം നമ്മുടെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആണെങ്കിലും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി നമ്മൾ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ സ്വയജീവനെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്നേഹിതനാണെന്നുള്ളൊരു പ്രൊമോഷൻ കിട്ടുവാണ്. ആ ഒരു നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുന്ന പോലെ കർത്താവിന് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ലായിരിക്കും. വെറുതെ ഇങ്ങനെ വെർച്വൽ മീഡിയയിലുള്ള കുറേ ഫ്രണ്ട്സേ കാണത്തുള്ളൂ. പക്ഷേ കർത്താവിന് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അങ്ങനെയുള്ളതല്ലേ, ജെനുവിൻ. കർത്താവ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ എനിക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ വേണം കേട്ടോ എന്ന് വിളിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും കർത്താവ് എനിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വേണം, പെട്ടെന്ന് ഒപ്പിച്ച് തരണം, നമുക്ക് അങ്ങ് മുകളിലോട്ട് റിക്വസ്റ്റ് അങ്ങ് പാസ്സാക്കിയാൽ മതി. അപ്പം എന്തും കർത്താവിനോട് നമുക്ക് തുറന്ന് പറയാം. പക്ഷേ നമ്മൾ തുറന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നില്ല, പിന്നെ നീ പറയുന്ന എന്തിനാ ഞാൻ അനുസരിക്കുന്നത് എന്ന് കർത്താവ് തിരിച്ചവിടുന്ന് ചോദിക്കാനിടയാകും. അപ്പം കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില വീഴ്ചകളോ പരാജയങ്ങളൊക്കെ കാണാം. പക്ഷെ എങ്കിലും കർത്താവ് ഞാൻ ഇനിയും ഒരിക്കലും അവിടുത്തെ അനുസരണക്കേട് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവിടുന്ന് പറയുന്ന എല്ലാം അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നമ്മൾ ഐ വോണ്ട് ടു ഒബേ യു, അങ്ങനെ അനുസരിക്കണം കർത്താവേ എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഫ്രണ്ടായിട്ട് മാറും. അപ്പം കർത്താവ് പിന്നെ നമ്മളെ ദാസൻ എന്ന നിലയിൽ ശരിയാണ്, നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്ന നിലയിൽ കർത്താവിൻ്റെ ആജീവന ദാസന്മാർ അടിമദാസന്മാരാണ് ഒരർത്ഥത്തിൽ നമ്മൾ. എന്നാൽ വേറൊരർത്ഥത്തിൽ നമ്മൾ അടിമദാസന്മാർ മാത്രമല്ല, സ്നേഹചരടുകളാൽ കർത്താവിൻ്റെ മാർബോട് പറ്റിയിരിക്കുന്ന സ്നേഹിതന്മാർ കൂടി തന്നെ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ 15ാമത്തെ വാക്യത്തിൽ ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. ഈവൻ അതിന് ശേഷവും കർത്താവിന് കൂടുതൽ കാര്യങ്ങൾ അവരോട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയാൻ പറ്റിയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അടുത്ത അധ്യായത്തിൽ 16:12 നമ്മൾ വായിക്കുന്നുണ്ട്. ഇനിയും 16:12 യോഹന്നാൻ 16:12 ഇനിയും വളരെ പിതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇപ്പം നിങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അത് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, വയറ് നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം അപ്പോസ്തലന്മാരിലൂടെ പിന്നെ ലേഖനങ്ങളിലൂടെയൊക്കെ കർത്താവ് തുടർന്ന് പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്നാൽ അന്ന് പിതാവ് പറഞ്ഞ യേശുവിനോട് ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവ് എല്ലാം അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെൻ്റെ അതുകൊണ്ട് നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാ. അത് ആ വാക്യങ്ങളെ തീർച്ചയായിട്ടും അവരെ എത്ര ഉത്സാഹിപ്പിച്ച് കാണും. കർത്താവ് എന്നെ തൻ്റെ ഫ്രണ്ടായിട്ട് വിളിച്ചിരിക്കുന്നു. എന്നെ ശരിയാണ്, നമ്മൾ പലരോട് നമുക്ക് പല ഫ്രണ്ട്സ് കാണുന്ന ചില ബെസ്റ്റ് ഫ്രണ്ട്സ്, നമുക്ക് എന്തും പറയാവുന്ന, ഏത് സമയത്തും ഒന്ന് വിളിക്കാവുന്ന, ഏത് സമയത്തും ഒന്ന് ശല്യപ്പെടുത്താവുന്ന നമ്മളുടെ ഉറ്റ സഹോദരന്മാർ, ഉറ്റ സ്നേഹിതരായിട്ടുള്ള അതുപോലെ കർത്താവിന് ഏത് സമയത്തും ശല്യപ്പെടുത്താൻ തക്കവണ്ണം നമ്മൾ അവൈലബിൾ ആണ്. ഏത് സമയത്ത് സാമുവലിനെ കർത്താവ് ഉറക്കത്തിൽ ശല്യപ്പെടുത്തി, സമൂൽ സമയലിനെ വിളിച്ച് അവൻ ഏലിയെ ശല്യപ്പെടുത്തിയിട്ട് എന്താണ് പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞതുപോലെ ഏത് സമയത്തും കർത്താവെ ഉറക്കത്തിലോ ഊണിലോ ഉറക്കത്തിലോ ഒക്കെ ആണെങ്കിലും കർത്താവെ അവിടത്തേക്ക് എന്നെ എന്ത് വേണമെങ്കിലും ഐ എം അവൈലബിൾ ലോഡ്. അവിടുത്തെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ 24/7 അവൈലബിളാണ്. അല്ലാതെ ഡ്യൂട്ടി ടൈമിൽ മാത്രമേ എന്നെ വിളിക്കാവുള്ളൂ എന്നല്ല പറയുന്നത്.
ഏത് സമയത്ത് കർത്താവ് എന്നെ വിളിക്കാം. അപ്പോൾ അതുപോലെ നാം കർത്താവിന് അവൈലബിൾ ആകുമ്പം കർത്താവ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഏത് സമയത്ത് നമ്മളുടെ വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് നമ്മൾ കർത്താവിനെ വിളിക്കുമ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രം എന്നെ വിളിച്ചാൽ മതി, ഞാൻ എൻ്റെ ഡ്യൂട്ടി ടൈം മാത്രം ഉള്ളതല്ല, ഏത് സമയത്ത് കർത്താവ് അവൈലബിളാണ്. അപ്പോൾ അത് 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹിതരെന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമ്മളത് കഴിഞ്ഞ ആഴ്ച കണ്ടു. ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ തിരഞ്ഞെടുത്തു. എഫീസർ 1-ന്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടു. യെശയ്യാവ് 49 നമ്മൾ കണ്ടു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം. എന്നാൽ ഈ വാക്യം പറഞ്ഞുകൊണ്ട് ചില ദുരുപദേശകാരുമുണ്ട്. എന്നാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നില്ല, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തില്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, അപ്പം നമ്മളുടെ പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞത് ഈ ഒരു വാക്യം മാത്രം കൂട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു കാൽവിനിസ്റ്റിക് ഉപദേശമൊക്കെ പറയുന്ന ദുരുപദേശ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ക്രിസ്തീയ ലോകത്തുണ്ട്. എന്നാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, എപ്പോഴാണ് ദൈവം നമ്മളെ, ശരിയാണ് ദൈവമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത് എങ്ങനെയാണെന്ന് നമ്മൾ തൊട്ടടുത്ത് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ റോമർ 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ 28 നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. റോമർ 8-28. അത് കഴിഞ്ഞിട്ട് ആരെയും കർത്താവ് തിരഞ്ഞെടുത്തേ? 29-ാമത്തെ വാക്യം, റോമർ 8-29. അവൻ മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. whom he foreknew he also predestined. ആരെയാ ദൈവം തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുവാണെങ്കിൽ മുന്നമേ കർത്താവ് അറിഞ്ഞവരെ തിരഞ്ഞെടുത്തത്. മുന്നമേ അറിഞ്ഞവരെന്ന് പറഞ്ഞാൽ ന്യൂ ബിഫോർ ഹാൻഡ്. ആരൊക്കെ കർത്താവിനെ തിരഞ്ഞെടുക്കും, കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഹ്വാനം എല്ലാവർക്കും ഓപ്പണാണ്. അപ്പോൾ ആരൊക്കെ ആ സ്നേഹത്തിന് ആഹ്വാനം റെസ്പോണ്ട് ചെയ്യും, അതിന് ആരൊക്കെ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യം ദൈവത്തിന് മുന്നമേ അറിയാം. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നയാൾ പിന്നെടുത്ത് ഇന്നയാൾ എൻ്റെ വിളിയെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള കാര്യം കർത്താവിന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് ലോകസ്ഥാപനത്തിന് മുന്നമേ, ലോകമൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പേ, എല്ലാ സൃഷ്ടിക്കും മുമ്പേ തിരഞ്ഞെടുത്തു. ഇതേ കാര്യം ഇവിടെ മാത്രമാണ് പറയുന്നത്, പത്രോസും പറയുന്നുണ്ട്. ഇപ്പം പൗലോസ് പറഞ്ഞതല്ലേ, അത് പൗലോസിൻ്റെ ഐഡിയ ആയിരിക്കും എന്ന് വിചാരിച്ച് പത്രോസ് ഇതേ കാര്യം തന്നെ പറയുന്നത്. പത്രോസിലേക്ക് വരുവാണെങ്കിൽ പത്രോസ് എന്താ പറയുന്നത്? ഈ ക്രിസ്ത്യകുളത്തിലുള്ള വലിയൊരു ഡിബേറ്റാണ് കാൽവിനിസ് അങ്ങനെയുള്ള അർമീനിയസ് എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ ആ കാൽവിനിസ്റ്റിക് ഉപദേശങ്ങളുടെ 5 ടുലിപ്പ് എന്ന് പറയുന്ന പല ഉപദേശങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹീറോ മൈ സെൻസ് എന്നുള്ള സാഗ്വേർ പുസ്തകത്തിനകത്ത് വേറെ ആ ടുലിപ്പ് എന്നുള്ള ഉപദേശമൊക്കെ വ്യർത്ഥമാണെന്നുള്ള കാര്യമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുള്ളതൊക്കെ അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. യൗവനക്കാർക്കുള്ള ഒരു യൗവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും അത് വളരെ പ്രയോജനമുള്ള ഒരു പുസ്തകം ഹീറോ മൈ സെൻസ് എന്നുള്ള പുസ്തകമൊക്കെ അതിനകത്ത്. അപ്പോൾ ഇവിടെ 1 പത്രോസിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 1-ന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മലയാളത്തിൽ 1-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി എന്ന് തോന്നുന്നു. ഇങ്ങനെ പലയിടത്തും ചിതറി പാർക്കുന്ന ആസിയയിൽ, കപ്പദോക്കിയയിലും, ഇവിടെ വായിക്കുന്ന ഗലാത്യയിൽ, കപ്പദോക്കിയിലും, ആസിയയിലും, ബിദുനിയയിലും ചിതറി പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന് വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. മലയാളത്തിൽ വൃതന്മാരുമായവർക്ക് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉള്ള ആ വാക്ക്. അപ്പം മുന്നറിവിനൊത്തവണ്ണം വൃതന്മാരായവർക്ക് എന്നാണ് ആ രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സിമ്പിളറായിട്ടുണ്ട്. 1ഉം 2ഉം കൂടെ 1-ന്റെ അവസാനം ഫോർ ചോസൺ അക്കോർഡിംഗ് ടു ദ ഫോർനോളജ് ഓഫ് ഗോഡ്. അതായത് നമ്മുടെ മലയാളത്തിൽ അത് 2 വാക്കുകളുണ്ട്, പക്ഷെ കുറച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രേസസ് വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. സംഭവം ഒന്ന് തന്നെ, നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ കത്തുമെന്ന് അറിയത്തില്ല. ദൈവത്തിന് മുന്നറിവിനൊത്തവണ്ണം വൃതന്മാരായവർക്ക് വേണ്ടി. വൃതൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവൻ വൃതൻ എന്നുള്ള വാക്കിനർത്ഥം. അപ്പം ചോസൺ അക്കോർഡിംഗ് ടു ദ ഫോർനോളജ് ഓഫ് ഗോഡ്. ദൈവം എങ്ങനെ നമ്മളെ ചൂസ് ചെയ്ത്, ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തതല്ല എന്ന് പറയുമ്പോൾ കർത്താവ് എങ്ങനെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ റാൻഡമായിട്ട് കുറേ പേരെ ഇങ്ങനെ പിക്ക് ചെയ്ത് കുറച്ച് പേരെയൊക്കെ ഞാൻ തിരഞ്ഞെടുത്തു, ബാക്കിയുള്ള എല്ലാം നരകത്തിലോട്ട് പോകും എന്നുള്ളത് ആ കാൽവിനിസ്റ്റിക് ഉപദേശം. അത് ദുരുപദേശമാണ്. ദൈവം അങ്ങനെ ചെയ്യാൻ തക്കവണ്ണം ഒരു സാഡിസ്റ്റിക് ഡ്രാമ ഡയറക്ടർ അല്ല. ഒരു ചിലരെ ആരെയും നരകത്തിലേക്ക് പോകാൻ ദൈവം മുൻനിർണയിച്ചിട്ടില്ല എന്ന് കർത്താവ് എല്ലാവർക്കും ചോയ്സ് കൊടുക്കുന്നു. അവിടെ ആരൊക്കെ കർത്താവിനെ ചൂസ് ചെയ്യുന്നുള്ള കാര്യം കർത്താവിന് മുമ്പേ അറിയാം. അപ്പോൾ അതിനകത്തോണ്ട് കർത്താവ് നമ്മൾ മുന്നമേ തിരഞ്ഞെടുത്തു. അതാണ് കർത്താവ് പറയുന്നത്.
നമ്മൾ തിരിച്ച് ഇവിടെ യോഹന്നാൻ 15:16 വരും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ശരിയാണ്. എന്താ പറയുക, കർത്താവ് അവരെ തിരഞ്ഞെടുത്തപ്പം ഇപ്പം കർത്താവ് 12 ശിഷ്യന്മാരുടെ പേര് വിളിച്ചു. അപ്പോൾ ഒരാൾ പറയുവാന്നിരിക്കട്ടെ, കർത്താവ് എനിക്ക് ശിഷ്യനാവാന്ന് മനസ്സില്ല, എനിക്ക് എന്താ മറ്റേ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ ലൂക്കോസ് 9 അവസാനം വായിക്കുന്ന പോലെ എനിക്ക് അപ്പനെ കുഴിച്ചിടാനുണ്ട്, എനിക്ക് ചില കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കൃഷി നിലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ നിൽക്കുവാണെങ്കിൽ നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് എന്നെ കോളറിനെ വിളിച്ചിപ്പം കൊണ്ടുപോയി ഒക്കത്തുള്ളതെന്ന് പറഞ്ഞ കർത്താവ് അവനെ മൂക്ക് കയറിയിട്ട് വിളിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല. എന്താ കർത്താവ് ആ എന്തിനാ പറഞ്ഞ ആ റിച്ച് യങ് റൂളർ, ധനികനായിട്ടുള്ള യുവ പ്രമാണിയെയും യോട് കർത്താവ് പറഞ്ഞു ഫോളോ മീ എന്ന് പറഞ്ഞു. എല്ലാം വിട്ട് ഒരു പത്രോസിനോട് പറഞ്ഞ് എന്നെ അനുഗമിക്കുവില്ലെന്ന് പത്രോസിനോട് പറഞ്ഞു അതേ കർത്താവ് തന്നെ ആ ധനികനായ യുവ പ്രമാണിയോട് ഫോളോ മീ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ തിരിഞ്ഞ് ദുഃഖത്തോടെ പോയി. അവൻ വലിയ ധനികനായതുകൊണ്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. കർത്താവ് അവനെ സ്നേഹത്തോടെ നോക്കിയ കാര്യമൊക്കെ മർക്കോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് എൻ്റെ ആഹ്വാനം, കർത്താവ് എല്ലാവരും അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നത് എല്ലാവരും അതിനിടയ്ക്ക് വരുവി. ആർക്കൊക്കെ അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നതെന്ന് തോന്നുന്നു അവർക്കെല്ലാം വരാം, എല്ലാവർക്കും ഓപ്പണാണ്. പക്ഷേ അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നവർക്കേ ശരിക്കും പറഞ്ഞ് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമുള്ളൂ. കർത്താവിൻ്റെ ആഹ്വാനം, കർത്താവ് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് മരിച്ചത്. ഇപ്പം ഈ കാൽവിനിസ്റ്റിക് ഉപദേശപ്രകാരം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് മരിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ 1 യോഹന്നാൻ 2:3 വായിക്കുമ്പോൾ 1 യോഹന്നാൻ 2:2 വായിക്കുമ്പോൾ 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും, അതായത് എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും കർത്താവ് മരിച്ചതാണ്. അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമേ കർത്താവ് മരിച്ചെന്നുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി ഫോർ ദ ഹോൾ വേൾഡ് കർത്താവ് മരിച്ചു എന്നുള്ളൊരു കാര്യം കാണുന്നത്. ഈ കാൽവിനിസ്റ്റിക് ഉപദേശമാണ് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് കൂട്ടുകൾക്കെല്ലാം ഈ കാൽവിനിസ്റ്റിക് ഉപദേശങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവർ രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ ഉപദേശത്തിൻ്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങൾ, ഈ തുലിപ്പ് ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ. അപ്പം ഞാൻ ആ കാര്യങ്ങൾ പലപ്പോഴും ഈ വാക്യം പലരും മിസ്കോട്ട് ചെയ്ത് ആ ഒരു എക്സ്റ്റൻറ്റിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു മറുവശം കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു വരുമായിരുന്നു. തിരിച്ച് നമുക്ക് യോഹന്നാൻ 16:16 വരുമ്പോൾ എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി, നിങ്ങൾ എവിടെ നിന്ന് ഫലം കഴിക്കണം? പോയി ഫലം കഴിക്കണം. ഗോ ആൻഡ് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. നമ്മൾ മത്തായി 22 അവസാനം പോകണം എന്ന് പറഞ്ഞാൽ എവിടെ പോകണമെന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് പോകണം. അവിടെ ചിലപ്പം മറ്റേ ആ ഗദരദേശത്തെ ആളിനോട് കർത്താവ് എന്താ പറയുന്നത്? നിന്റെ സ്വന്തം ദേശത്ത് പോയി സാക്ഷിയാവാൻ പറയുന്നുണ്ട് മർക്കോസ് 5-ാം അധ്യായത്തിൽ. എന്താ നമ്മളെ ദൈവം എവിടെയാണോ, ചിലപ്പോൾ നമ്മുടെ ജന്മദേശത്ത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ വേറെ ഏതെങ്കിലും ദേശത്തായിരിക്കും ദൈവം നമ്മളെ ആക്കി വെക്കുന്നത്. ചിലപ്പം ദൂരമുള്ള ബന്ധത്തിൽ വിദേശങ്ങളിലായിരിക്കും നമ്മുടെ സഹോദരങ്ങളുണ്ട്, പലയിടങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അപ്പം പോയി എന്ന് പറയുമ്പോൾ സഹോദരിമാരാണെങ്കിൽ ഉളവക്കാട് നിന്ന് പോയി കരുനാഗപ്പള്ളിയിലോട്ട് വന്ന് ഫലം കഴിക്കുന്നു, ആലപ്പുഴയിൽ നിന്ന് വന്ന് രാമപുരത്ത് വന്ന് ഫലം കഴിക്കുന്ന സഹോദരിമാരുണ്ട്. അല്ലെങ്കിൽ പിന്നെ സിസ്റ്ററിൻ്റെ സ്ഥലം ഇവിടെ ഞാൻ മറന്നത്, ഇവിടെ തിരുവല്ലയിൽ നിന്ന് വന്ന് പട്ടോളി മാർക്കറ്റിൽ ഫലം കഴിക്കുന്നു. അപ്പം അങ്ങനെ പലയിടത്ത് പിന്നെ സിസ്റ്റർ അവിടെ കണ്ടാന്ന് തോന്നുന്നത്. സിസ്റ്റർ വേറെ ഇവിടുന്ന് വന്ന് എവിടെ സിസ്റ്റർ എവിടെ സിസ്റ്റർ സ്ഥലം ഇവിടെ ചെങ്ങന്നൂരാ, മാവേലിക്ക് അല്ലേ സിസ്റ്റർ സ്വന്തം സ്ഥലം? അയിരൂരിൽ നിന്ന് വന്ന് മുട്ടത്ത് വന്ന് ഫലം കഴിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളെ എവിടെയാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അതാ പോയി ഫലം കഴിക്കാൻ പറയുന്നത്. അതാ ഇപ്പം ഇനിയിപ്പം നാളെ ദൈവം വേറൊരിടത്തേക്ക് പോകാൻ പറഞ്ഞാൽ കർത്താവേ അവിടുന്ന് പറയുന്നിടത്തേക്ക് പോകാൻ നമുക്ക് അല്ല, ഞാനിവിടെ വീടൊക്കെ പണിത് സെറ്റിലായിട്ട് ഇവിടെ ഇരിക്കുവാണ്, എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയാനൊക്കെ പറ്റില്ല. കർത്താവേ അവിടുന്ന് എവിടെയാണോ ആയിരിക്കാൻ ആഗ്രഹിച്ചത് ചിലപ്പോൾ ചിലയിടത്ത് യാത്ര ചെയ്ത് പോകാനായിരിക്കും, ചിലയിടത്ത് പോയിട്ട് വരാനായിരിക്കും, ചിലപ്പോൾ ചിലയിടത്തേക്ക് കുറച്ച് സമയത്തേക്ക് തങ്ങാനായിരിക്കും. പക്ഷേ കർത്താവ് അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് എൻ്റേതായ ഒരു പ്ലാനോ അജണ്ടയോ ഇല്ല. അവിടുന്ന് എങ്ങോട്ടാണോ പോകാൻ പറയുന്നത് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം വസിക്കേണ്ടതിന്, അത് എബൈഡിങ് ഫ്രൂട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേരണയാൽ, കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ നാമത്വത്തിനായിട്ടുള്ള നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിന്, അത് പുല്ലും മരവും വൈക്കോലും പോലുള്ളതൊക്കെ നശിച്ചു പോകുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ്റെ ശക്തിയാൽ മനുഷ്യനിലേക്കുള്ള കാര്യങ്ങളൊക്കെ മരം പുല്ല് വൈക്കോല് പോലെ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്.
എന്നാൽ പൊന്നെ വെള്ളി വിലയേറിയ കല്ലുകൾ, പൊന്നെ വെള്ളി വിലയേറിയ കല്ലുകളാണ് നമ്മളിപ്പോൾ വായിച്ച് ദൈവത്തിൽ നിന്ന് ദൈവത്തിലൂടെ ദൈവത്തെങ്കിലേക്കുള്ള കാര്യങ്ങൾ, അത് നിലനിൽക്കുന്ന കാര്യങ്ങൾ. അപ്പം അത് അങ്ങനെ അങ്ങനെ നിലനിൽക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ആ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള പദമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്ന അപ്പോയിൻ്റ്. അപ്പം ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു, അവിടെ വെല്ലൂരെ ചെന്ന് കാലുകുത്തി ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയോടങ്ങാണ്ട് അവിടെ കാലുകുത്തി എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിലാണ് കുത്തിയതെന്ന് വെച്ചാൽ ഒരു ഹോണ്ട ആക്റ്റീവയും കൂടെ ട്രെയിനിലെടുത്തോണ്ട് അവിടുന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പാക്ക് ചെയ്തുകൊണ്ട് അവിടെ വെല്ലൂരിൽ പോയി ഇറങ്ങുന്നത്. അപ്പം സ്കൂട്ടറിലാണ് കാലുകുത്തെന്ന് പറഞ്ഞാൽ സ്കൂട്ടറിൽ കുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ, അന്ന് ഉച്ചയ്ക്ക് പ്രിൻസിപ്പൽസ് ഓഫീസിൽ പോയി അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ വാങ്ങിച്ച് പിറ്റേ ദിവസം രാവിലെ, അന്നത്തെ റെഗുലർ പോർഷനായിരുന്നു യോഹന്നാൻ 15. അപ്പോൾ ഇത് വായിക്കുമ്പോൾ അപ്പോയിൻറ്റഡ് എന്നുള്ള വാക്ക് എനിക്കങ്ങ് കുത്തി. കർത്താവിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കും, കർത്താവ് എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ പ്രിൻസിപ്പലല്ല, പ്രിൻസിപ്പലൊക്കെ ഒരു ഓർഡർ തന്നതെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ കർത്താവിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയാണ്, നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടി ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ഇവിടെ ആണെങ്കിലും ഇപ്പം അന്ന് അവിടെ ആക്കി വെച്ച് കുറച്ച് നാളത്തേക്ക്, പിന്നെ കരിഗിരിയിലാക്കി വെച്ചു, ഇപ്പം കരുനാഗപ്പള്ളിയിലാക്കി വെച്ചു. അങ്ങനെ ദൈവം നമ്മളെ എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവാണ് എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ യോനയുടെ പുസ്തകത്തിലൊക്കെ ആ ഒരു അപ്പോയിൻറ്റഡ് എന്നുള്ളൊരു കാര്യമൊക്കെ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ജസ്റ്റ് യോനയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ദൈവം ഓരോ കാര്യവും ദൈവം അപ്പോയിൻറ്റ് ചെയ്തതാണെന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ഒരു പുഴുവിനെ വരെ ദൈവം അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് വായിക്കുന്നത്. യോനയുടെ പുസ്തകം 4-ാം അധ്യായം, യോനയുടെ പുസ്തകം നമ്മൾ അവിടെ യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു വൃക്ഷത്തെ, അതിൻ്റെ 4:6 യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. മലയാളത്തിൽ കൽപ്പിച്ചു വരുത്തി, കൽപ്പിച്ചാക്കി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു തണലിന് വേണ്ടി ഒരു പ്ലാന്റ്, ഒരു ആവണക്ക്, ഒരു സസ്യം അത് വളർന്ന് ഒരു എന്താണ് പറയുക, ഷെയ്ഡ് വരാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചുണ്ടാക്കി, അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് വായിക്കുന്നത്. അപ്പം നമുക്ക് എത്ര വലിയൊരു കാര്യമാണ്. ദൈവം നമുക്ക് വേണ്ടി നമ്മളെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വേറെ പല സാഹചര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇപ്പം മിനിസ്റ്റർ സാക്ഷ്യം പറഞ്ഞതുപോലെ ഏതോ ഒരു അറിയാവുന്ന ടീച്ചറിനെ വിളിച്ചു, ആ ടീച്ചറിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചു സഹായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് സഹായത്തിനായിട്ട് ചിലപ്പം ടീച്ചറിനെ ആയിരിക്കും, ചിലപ്പോൾ പുഴുവിനെ ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. എൻ്റെ ടീച്ചറിനെ ആയിരിക്കും, ചിലപ്പോൾ പുഴുവിനെ ആയിരിക്കും. രണ്ടിനെ കൂടെ താരതമ്യം ചെയ്തതല്ല. 7-ാമത്തെ വാക്യം, മറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഒരു പുഴുവിനെ ദൈവം അവിടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്ത് വെച്ചു. അതാ ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവം എന്താ അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്? 8-ാമത്തെ വാക്യം, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. കാറ്റും ദൈവം ആദ്യം ഒരു സസ്യത്തെ, ആവണക്കിനെ കൽപ്പിച്ചു വരുത്തി, പിന്നെന്താ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. പിന്നെ 8-ാമത്തെ വാക്യം, യോന 4-ന്റെ 8-ാമത്തെ വാക്യം, ഒരു വലിയൊരു കിഴക്കൻ കാറ്റ്, സ്കോർച്ചിങ് ഈസ്റ്റ് വിൻഡിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അപ്പോയിൻറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ ദൈവം നമുക്ക് ഭാര്യയോ ഭർത്താവിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്താക്കി, കുറച്ച് മക്കളെ അപ്പോയിൻറ്റ് ചെയ്ത് തന്നു. പിന്നെന്താ ദൈവം നമുക്ക് ട്യൂഷൻ ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്ത് തരും. ഏത് കോളേജിൽ, ഏത് സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ ആക്കണമെന്നുള്ള കാര്യമൊക്കെ ദൈവം അപ്പോയിൻറ്റ് ചെയ്ത്. കർത്താവിൻ്റെ എല്ലാ ഒരു എന്തിനാ പറയുന്നത്, ദൈവം ഇപ്പം എന്തിനാ പറയുന്നത്, ഒരാളെ നമ്മൾ ഒരു സ്ഥാപനത്തിന് അപ്പോയിൻറ്റ് ചെയ്യുമ്പം അയാൾക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസോ, ഇപ്പം നമുക്ക് ചില ഉദ്യോഗാർത്ഥികളെ വിളിക്കുമ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ, സ്റ്റേയും ഒക്കെ ഉദ്യോഗസ്ഥർ ഫ്രീ ആയിട്ട് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടുന്ന മെസ്സും കാര്യങ്ങളും ഒക്കെ ആ കമ്പനിയുടെ ഡയറക്ടർ തന്നെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നത്. വേക്കൻസി ഉണ്ട്, ഇത്ര വേക്കൻസി ഉണ്ട്, നിങ്ങൾ വന്നെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്റ്റേ ഉണ്ട്, ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഉണ്ട്, മെസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കുക്കോ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇന്ന് ലോകത്തിലെ കമ്പനി ഡയറക്ടേഴ്സിന് അത്രയും കരുതലുണ്ടെങ്കിൽ ദൈവം നമ്മളെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പം നമുക്ക് വേണ്ടുന്ന എല്ലാം കർത്താവ് അപ്പോയിൻറ്റ് ചെയ്ത് തരും. നമുക്ക് വേണ്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ചില ഹെൽപ്പിന് വേണ്ടിയിട്ട് ചില ആൾക്കാരെ ആയിരിക്കും, നമുക്ക് ചില ഡോക്ടർമാരായിട്ടുള്ള ചിലരെ ആയിരിക്കും, ചില സുഹൃത്ത് ബന്ധങ്ങളെ ആയിരിക്കും, അങ്ങനെയൊക്കെ ചില അയൽവക്കത്തെ ചില ആൾക്കാർ ദൈവം നമുക്ക് അപ്പോയിൻറ്റ് ചെയ്ത് ചില സഹായത്തിനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പറയും, ഞാൻ നിങ്ങൾ നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക. സോ ദാറ്റ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും അപേക്ഷിച്ചു, അപ്പോൾ നിങ്ങൾക്ക് അത് തരുവാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പറയുക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ നിങ്ങളോടത് കൽപ്പിക്കുക. വീണ്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ സ്വൈജയനെ വെച്ച് തമ്മിൽ സ്നേഹിച്ചാലാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുന്നേ. അങ്ങനെയാണെങ്കിൽ പിതാവിന്
നിങ്ങൾ എന്ത് ചോദിച്ചാൽ അങ്ങനെ കർത്താവിൽ വസിച്ചുകൊണ്ട്, കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന ഒരാൾ എന്ത് ചോദിച്ചാലും നമ്മൾ കർത്താവിൻ്റെ സുഹൃത്താണ്. ഇപ്പം ചില പറഞ്ഞല്ലോ ഇന്ന ഫ്രണ്ട് ചോദിച്ചു, ഇന്ന ആൾ ചോദിച്ചുകൊണ്ട് എനിക്ക് പിന്നെ നോ എന്ന് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് ചോദിച്ചാൽ പിന്നെ അത്രയ്ക്ക് എനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്ക് ചോദിച്ചാൽ പിന്നെ നിരസിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് പോലെ ദൈവം പറയുന്നത്, നിങ്ങൾ നിലനിൽക്കുന്ന ഫലം കായ്ച്ചു ഇട്ട് നിങ്ങളിപ്പോൾ എന്ത് ചോദിക്കുക. നമുക്ക് ചില ആവശ്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ, ശരിയാണ്, നമ്മുടെ അത്യധികമായിട്ടുള്ള ആവശ്യം കർത്താവിനെ പോലെ ആയിത്തീരണം, കർത്താവിനെ നാമോദനായിട്ട് ജീവിക്കണം, കർത്താവിനായിട്ട് ഫലം കായ്ക്കണം എന്നുള്ള അത്യധികമായിട്ടുള്ള നമ്മുടെ ആവശ്യം. എന്നാൽ അതിനോടൊപ്പം തന്നെയുള്ള മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും തേടുമ്പം വേണ്ടുന്നതല്ല നമ്മുടെ സ്കൂളിൻ്റെ ചില ആവശ്യങ്ങളായിരിക്കും, നമ്മുടെ ട്യൂഷൻ്റെ ചില ആവശ്യങ്ങളായിരിക്കും, നമ്മളുടെ മക്കളുടെ ചില ആവശ്യങ്ങളായിരിക്കും, നമ്മുടെ രോഗാവസ്ഥകളുടെ ചില ആവശ്യങ്ങളായിരിക്കും, ചില സൗഖ്യങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും. അപ്പം നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നവർ എന്ത് ചോദിച്ചാലും അതെല്ലാം തരുവാൻ തക്കവണ്ണം പിതാവ് അവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. ചോദിക്കേണ്ട താമസമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് പറയുന്നു. ലോകമൊക്കെ നിങ്ങളെ പകയ്ക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, 18ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുവൊന്നും വേണ്ട. നിങ്ങൾക്ക് മുമ്പേ അവരെന്നെ പകച്ചിരിക്കുന്നതെന്ന് അറിവിൽ. പിതാവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം അപ്പോയിൻ്റ് ചെയ്ത്, നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്ത്, വേണ്ടുന്ന എല്ലാം അപ്പോയിൻ്റ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും തന്നോളും. പക്ഷേ ലോകത്തിൽ നിന്ന് നിങ്ങളൊന്നും ആശ്രയിക്കാനൊന്നും പോകണ്ട. ലോകം നിങ്ങളെ പകച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിതാവ് നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം കരുതും. ഞാനങ്ങ് പോവുക പിതാവിൻ്റെ അടുക്കിലേക്ക്, പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് അയക്കും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നിലങ്ങ് വസിച്ചാൽ മതി. ഞാൻ നിങ്ങളിൽ വസിച്ച് ഫലം കായ്ച്ചോളാം. നിലനിൽക്കുന്ന ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനങ്ങ് ഗ്രാൻഡ് ചെയ്തോളും. പക്ഷേ ലോകം പകയ്ക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ പകയ്ക്കുന്നതിന് മുമ്പേ എന്നെ പകച്ചതാ എന്നുള്ള കാര്യം കർത്താവ് പിന്നെ തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പിന്നെ തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാമല്ലോ. ലോകം പകയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഒരു കൊടുങ്കാറ്റൊക്കെ ഈശ്വരൻ്റെ മൂലിനടിക്കുമ്പോൾ പല പ്രയാസത്തിലൂടെയൊക്കെ ദൈവം തരുന്ന, നമുക്ക് ആശ്വാസം തരുന്ന, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് നമ്മളെ പ്രൊമോഷൻ തന്നിരിക്കുകയാണ്. നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ ജീവനെ വെച്ച്, പ്രാണനെ വെച്ച് പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് നമ്മളായിത്തീരുക. എബ്രഹാമിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, നമ്മൾ മോശയെ കണ്ടു, പിന്നെന്താ നമ്മൾ ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ കണ്ടു. ലോത്ത് ദൈവത്തിൻ്റെ ഫ്രണ്ട് അല്ലായിരുന്ന കാര്യം നമ്മൾ കണ്ടു. കർത്താവ് നമ്മളെ ഫ്രണ്ടായിട്ട്, ഒരു സുഹൃത്തായിട്ട് വിളിക്കുന്ന ഒരു കാര്യം, സുഹൃത്തിനെ പോലെ നമ്മളോട് അതുപോലെ സംസാരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെങ്കിൽ ആ ഒരു കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിലേക്കുള്ള ആ ഒരു കാര്യമാണെങ്കിൽ നിലനിൽക്കുന്ന ഫലം ആവത്തുള്ളൂ. അതിനായിട്ട് നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യം കണ്ടു. ദൈവം നമ്മളെ എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ പോയി ഫലം കായ്ക്കണം. അവിടെ അപ്പം അങ്ങനെ നിലനിൽക്കുന്ന ഫലം കായ്ക്കുക. ദൈവം നമ്മളെ അപ്പോയിൻ്റ് ചെയ്തതിൻ്റെ കൂട്ടി, ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മാത്രമല്ല, നമുക്ക് വേണ്ടുന്ന ചില ആവണക്ക് ചെടിയോ ചില പുഴുക്കളെയോ ചില കൊടുങ്കാറ്റിനെയോ കിഴക്കൻ കാറ്റിനെയൊക്കെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. പല പല സാഹചര്യങ്ങളോ വ്യക്തികളെയൊക്കെ ദൈവം നമുക്ക് സഹായിക്കാനായിട്ട്, ചിലപ്പോൾ സഹായിക്കാൻ മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കാനും ചിലരെ ദൈവം ആക്കി വെക്കും. എന്ന് വെച്ചാൽ അതിലൂടെ നമ്മൾ കുറച്ചുകൂടെ ശക്തരായി തീരാനുള്ള, ഇപ്പം പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ദൈവം ആക്കി വെക്കും, സഹായിക്കാനുള്ള ആൾക്കാരെ ആക്കി വെക്കും. ഇവരെല്ലാം അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പുള്ളി ഫർണിഷ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങ് നിലനിൽക്കുന്ന ഫലം കർത്താവിൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കുമ്പോൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് അങ്ങ് നമ്മളപ്പം ചോദിക്കുന്നത് എന്താ, കർത്താവിന് നാമോദനായിട്ട് കർത്താവിന് ഹിതപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് അതെല്ലാം ചെയ്തോളും. പക്ഷേ ലോകത്തിലേക്ക് ചുറ്റും നോക്കിയാൽ അവർ നമ്മളെ പകയ്ക്കത്തേ ഉള്ളൂ. കർത്താവിനെ അവർ ആദ്യം പകച്ചവരാന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. മരണത്തിൽ താഴ്വരയിലോ അതിൽ തന്നെ പിരിയാത്ത മാധുര്യം നല്ല സഖിതാൻ. നമ്മളിപ്പം കർത്താവ് നമ്മളെ സ്നേഹിതന്മാരാന്ന് വിളിച്ച ഒരു കാര്യമാണല്ലോ കേട്ടത്. പിരിയാത്ത മാധുര്യ നല്ല സ്നേഹിതനായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അത്ര വലിയൊരു ഭാഗ്യാവസ്ഥ. അത്ര ശ്രദ്ധത്തിനായി ഇന്ത്യൻ പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റോ മറ്റോ നമ്മളെ ഫ്രണ്ടെന്ന് വിളിച്ചാൽ നമുക്കത് എത്ര വലിയൊരു അഭിമാനിക്കുന്ന കാര്യമെന്ന് ലോകത്തിലെ ആൾക്കാർ ചിന്തിക്കുമെങ്കിൽ, എന്നാൽ ഈ സകലത്തെ സൃഷ്ടിച്ചവരായ ദൈവം നമ്മളുടെ എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഫ്രണ്ട്, എൻ്റെ വേണ്ടപ്പെട്ട ആളെ, എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് നമ്മെക്കുറിച്ച് പറയാൻ തക്കവണ്ണം നമ്മൾ എന്താ ചെയ്യേണ്ടതായിട്ടുള്ളത്? നമ്മൾ കർത്താവ് പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി. നമ്മുടെ പ്രാണനെ വെച്ച് കർത്താവിനെയും പരസ്പരവും നമ്മളതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹം കൊണ്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സുഹൃത്തായി തീരുക. അവിടുന്ന് പിരിയാത്ത മാധുര്യം നല്ല സഖി.
അവൻ എന്നെ അറിഞ്ഞിടുന്നു. രണ്ടാമത്തെ സ്റ്റാൻസിൽ അവനിൽ കരുതിയിടുന്നു. ആവശ്യഭാരങ്ങളൊക്കെ അണഞ്ഞിടുമ്പോൾ അവലംബമായിട്ട് അവൻ അവിടുന്ന് മാത്രമായിട്ട് വരും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും? മനുഷ്യരെല്ലാം മാറും, മനുഷ്യരൊക്കെ മാറും, സ്നേഹിതരുമൊക്കെ ഈ ലോകത്തിൻ്റെ സ്നേഹിതരൊക്കെ മാറിപ്പോവും. എന്നാൽ മാറ്റമില്ലാത്ത സ്നേഹിതനായിട്ട് ഇമ്മാനുവലായിട്ട് കർത്താവ് മഹിമയിൽ വാഴുന്നു. ആ തിരുപാദ സേവകൻ്റെ പാരിൽ എൻ്റെ ജീവിതം തീരണം. ഒടുവിൽ എൻ്റെ സ്നേഹിതൻ്റെ അരികിൽ അരുമയോടെ അവനെന്നെ മാറോടണയ്ക്കുന്ന ആ തരത്തിലേക്ക് ഞാൻ എത്തണം. അതുകൊണ്ട് കുരിശെടുത്ത് ഞാൻ കർത്താവിനെ അന്ത്യം വരെ അനുഗമിക്കും. എൻ്റെ അവസാന ശ്വാസം വരെ, കർത്താവിൻ്റെ വരവിനാൾ വരെയും ഞാൻ കുരിശെടുത്ത് അനുഗമിക്കും. എന്ന് പറയുമ്പോൾ എന്തോ മരക്കുരിശ് നമ്മൾ എടുക്കാൻ പോകുന്ന കാര്യമല്ല, മറിച്ച് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് എൻ്റെ സ്വയത്തിന് മരിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ കർത്താവിനെ അനുഗമിക്കും. അങ്ങനെ അവിടുത്തെ കർത്താവിൻ്റെ ഏറ്റവും വലിയ മാധുര്യം നല്ല സഖിയായിട്ട് ഞാൻ അനുഭവിക്കും എന്നുള്ള ഒരു പ്രത്യാശയോടെ, സന്തോഷത്തോടെ, സമർപ്പണത്തോടെ നമുക്ക് പാടാം. അനുഗമിക്കും ഞാനന്ത്യം വരെ. കരങ്ങൾ താങ്ങിടുന്നു പിരിയാത്ത മാധുര്യമല്ല സഹിത മരണത്തിൻ താഴ്വര അറിയുമെന്നേ. പിരിയാത്ത മാധുര്യമല്ല സഹിത കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു. ആവശ്യഭാരങ്ങൾ നടന്നിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങൾ നടന്നിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ. യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുഷ്യരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറിടും മനുഷ്യരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനൻ മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. മാറ്റമില്ലാത്തവൻ ഇമ്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാ. തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാ. ഞാനൊടുവിൽ പ്രിയനരികിൽ അരുമയോടവനെന്നെ മാറോടണയ്ക്കും. ഞാനൊടുവിൽ പ്രിയനരികിൽ അരുമയോടവനെന്നെ മാറോടണയ്ക്കും. കുരിശെടുത്തൻ യേശുവിനെ
ഞാനന്ത്യം വരെ കുരിശിടും യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കർത്താവിൻ്റെ ഫ്രണ്ടായിട്ട്, കർത്താവിൻ്റെ സ്നേഹിതനായിട്ട് നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? പാപത്തിൻ്റെ ചെറുക്കുടിയിൽ മരണപാതാളത്തിലേക്ക്, വിദ്യനാശത്തിലേക്ക് നമ്മൾ പാഞ്ഞെടുക്കുന്ന വേളയിൽ കർത്താവ് നമ്മുടെ തിരികെ നീക്കി നമ്മളെ കോരിയെടുത്ത ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. അവിടുത്തെ ദാസന്മാരെന്നല്ല, അവിടുത്തെ സ്നേഹിതന്മാരെ വിളിക്കാൻ തക്കവണ്ണം, അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം പകർന്നു തരുവാൻ തക്കവണ്ണം അവിടുന്ന് ഹൃദയം തുറന്ന് നമ്മളെ വിളിക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തിന് ആത്മാനത്തെ നമുക്ക് കാണാം. എൻ്റെ ഫ്രണ്ടായിട്ട്, എൻ്റെ സ്നേഹിതനായിട്ട്, എൻ്റെ സ്നേഹിതയായിട്ട് ഇതിനെ ഞാൻ വിളിക്കുന്നു. അതിനായിട്ട് ഈ എൻ്റെ കൽപ്പന അനുസരിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ തന്നെ സ്നേഹിച്ചാൽ മതി. എൻ്റെ പ്രാണനെ വെച്ച് കൊടുത്ത്, എൻ്റെ സ്വയജീവനെ വെച്ച് കൊടുത്ത്, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വെച്ച് കൊടുത്ത് ദൈവത്തെ പൂർണ്ണതയോടെ സ്നേഹിക്കുകയും കർത്താവ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് തീരുന്ന അവസ്ഥ. എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചതുപോലെ കാണാനിരിക്കുന്ന ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് എബ്രഹാം ഇറങ്ങി പുറപ്പെട്ടതുപോലെ, സാറയോടൊന്നും ആരോഗ്യം ചോദിക്കാതെ ഇസ്ഹാക്കിനെ കൊണ്ട് മുറിയമലയേറിയതുപോലെ, അതുപോലെ കർത്താവിൻ്റെ സ്നേഹിതനെ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം മോശ മുഖാമുഖം കർത്താവിനോട് സംസാരിക്കാൻ തക്കവണ്ണം മോശ അത്രയധികം ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തതിനായിട്ടായിരുന്നു. ദൈവത്തിൻ്റെ ഓരോ പ്രവാചകന്മാരൊക്കെ കർത്താവിൻ്റെ ആ ആലോചനയ്ക്കായിട്ട് കാതോർത്ത് നിന്നത് അവരുടെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് അതിന് വില കൊടുത്തതുപോലെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ അന്ത്യതലമുറയിൽ കർത്താവിനായിട്ടൊരു വില കൊടുത്തുകൊണ്ട്, നമ്മുടെ സ്വയജീവന വില കൊടുത്തുകൊണ്ട് കർത്താവി അവിടത്തേക്ക് എന്ത് ചെയ്യണമെങ്കിൽ കർത്താവി ഞാൻ റെഡി കർത്താവി അവിടുന്ന് അയക്കണമേ. ഇതാ ഞാൻ ഹീറാമായി സെൽമി എന്ന യേശാവ് ഞാനിതാ കർത്താവ് അടിയനിതാ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞതുപോലെ യേശാവിനെ പോലെ നമുക്കും കർത്താവിന് പറയാൻ കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ദേശത്തെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ദേശത്തിലൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അവിടുന്ന് ചില പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ഹൃദയം തുറക്കാനായിട്ട് ഞങ്ങളെ തേടുന്നു. ഞങ്ങൾ പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ മൊബൈലിലും ഞങ്ങളുടെ പത്രങ്ങളിലും ഞങ്ങളുടേതായ പല ദൂരത്തിരക്കുകളുടെ ഇടയിൽ പല പല കാര്യങ്ങളിൽ ഞങ്ങൾ ഉടക്കി കിടക്കുമ്പോൾ അവിടുത്തെ ഹൃദയം പകരുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാനായിട്ട് ഞങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഇന്നും ഞങ്ങളെ സ്നേഹിതരായി വിളിക്കുവാനും വെമ്പുന്ന അവിടുത്തെ ഹൃദയത്തിനായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നു. അതേ കർത്താവേ അവിടുന്ന് ആ മുത്തംബീജത്തിലെ കാന്തയെ അവളെൻ്റെ സ്നേഹിത ആ മണവാട്ടി കാന്തനെക്കുറിച്ച് ഇവനെൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ അതുപോലെ സ്നേഹിതനെന്ന് കാണുവാനും യേശുവില്ലാത്തവടനെ കാണുവാനും കർത്താവെ എല്ലാ യേശുവിനോട് പോയി ചെന്നാൽ അവൻ കേൾക്കും. നൊമ്പരമൊക്കെ സഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, എല്ലാം യേശുവിനോട് ചെന്ന് പറഞ്ഞാൽ മതി. ടേക്ക് ഇറ്റ് ടു ദി ലോർഡ് ഇൻ പ്രയർ നിങ്ങളുടെ പാട്ടിൽ പാടുന്നത് പോലെ അത് കർത്താവെ അവിടുന്ന് കൂട്ടാളിയായിട്ട് കർത്താവെ നല്ല സ്നേഹിതനായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് നല്ല ചെയ്തുകൊണ്ട് മാത്രമേ നല്ല സത്യമായിട്ട് ആയിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. അതിനായിട്ട് കർത്താവെ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടുത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവെ ഞങ്ങളുടെ സ്വയജീവനം ജീവനുള്ള യാഗമായിട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് അവിടുത്തെ ആത്മാവിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഫലം കായ്ക്കുന്നവരായിട്ട് അവിടുത്തോട് എന്ത് ചോദിച്ചാലും എൻ്റെ ഫ്രണ്ട് ചോദിക്കുന്ന കാര്യമായി എനിക്ക് അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഉള്ളവന്ന് കർത്താവെ അവിടുത്തോട് ആ ഒരു കർത്താവെ അവിടുത്തെ സാമീപ്യത്തിലേക്ക് വരുവാൻ ഞങ്ങളെ വിളിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ ആലോചനകളെ ഞങ്ങൾക്ക് അറിയിച്ചു പ്രാർത്ഥിക്കും. അവിടുത്തോടൊപ്പം കൂടുതൽ സമയം കർത്താവെ ഏകാന്തതയിൽ ചെലവഴിക്കുവാനും ഞങ്ങളെ ഒരു ഉത്സാഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹൃദയത്തെ ഞങ്ങൾക്ക് അറിയണം കർത്താവെ. അതേ നന്ദി യേശുവിനെ അവിടുന്ന് എത്ര വലിയ ഡബിൾ പ്രൊമോഷൻ ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു കർത്താവായിട്ട് ആ മാന്യതയോടെ ആ ഡിഗ്നിറ്റിയോടെ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ സ്നേഹിതയായിട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൽ പോകുന്നത്. എൻ്റെ ക്യാമ്പസിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ കടയിൽ പോയാലും മാർക്കറ്റിൽ പോയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഞാൻ
വഴിയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ യേശുവിൻ്റെ ഫ്രണ്ടാണ് പോകുന്നത്. ആ അത്ര വലിയ മാന്യതയോടെ അത്ര വലിയ ഡിഗ്നിറ്റിയോടെ കർത്താവേ ഞങ്ങൾക്ക് വൈ കാറ്റഗറി സെറ്റ് കാറ്റഗറി സുരക്ഷയൊന്നും ഇല്ലെങ്കിലും കർത്താവേ എല്ലാ കാവലുള്ള ദൂതന്മാർക്കായിട്ടുള്ള ഞങ്ങൾ സ്നേഹിതനായിട്ട് കണ്ട് ഞങ്ങൾക്ക് ഒരുക്കുന്ന എല്ലാ സുരക്ഷയ്ക്കായിട്ടും സംരക്ഷണത്തിനായിട്ടും എല്ലാം സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നത്. കാരണം ഞങ്ങളെ തന്നെയും തരുന്നു കർത്താവേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ച് അവിടുത്തെ ഹിതമൊക്കെയും കർത്താവേ തിരുപ്പാദശേരിയിൽ അന്ത്യശ്വാസം വരെയും അവിടുത്തെ വരവിനാൾ വരെയും കർത്താവേ പാതിലെന്നാൾ തീർക്കണമെന്ന് ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ബലപ്പെടുത്തിയായിട്ട് നന്ദി യേശുവേ. നന്ദി അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ. പ്രാർത്ഥിക്കുന്നതിനായിട്ട്